ദൈവം, ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, ദൂരത്തുനിന്ന് ഞങ്ങളുടെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണം ഇന്നതെന്ന് ഞങ്ങളോട് പറയുന്ന ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനും താൻ മനുഷ്യാരും കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനും ഓ രാജാക്കന്മാർക്ക് അധിപതിയുമായ എൻ്റെ ദൈവത്തിന്റെ പദപീഠത്തിലേക്ക് ഈ ഉഷകാലം കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്തതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ, ഇന്ന് അങ്ങയുടെ ആലോചന ഞങ്ങളെ കേൾപ്പിക്കണമേ. അങ്ങയുടെ സ്ഥലിൽ ഞങ്ങളായിരിക്കുമ്പോഴാ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ദൈവീയ ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവാത്മാവ്, അതേ ആ പരിശുദ്ധാത്മാവ് തന്നെ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആ ആത്മാവ് തന്നെ, ആ ശക്തിയാൽ ഇന്ന് പോൽക്കാലം ഞങ്ങളിൽ വ്യാപരിച്ച ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ തെറ്റുകളെയും ഞങ്ങളുടെ കുറവുകളെയും ബോധ്യം വരുത്തി ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, ഞങ്ങളെ നിത്യതയിലേക്ക് നടത്തുന്നതിനായി നന്ദിയോട് സ്തോത്രം. റിബാനപ്പ സന്തനപ്പ സന്തൽ പ്രൗഡേ ഹല്ലേലൂയ കർത്താവേ, അടിയങ്ങൾ ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. ഇന്ന് ഈ ലൈനിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അപ്പച്ച അവർ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ലേഡിയെയും അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും അപ്പച്ചിന്റെ കരങ്ങളിലേക്ക് തരുന്നു. പുതിയ കൃപ അവരുടെ മേൽ പകർന്ന ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, ദൈവത്തിന്റെ അള്ളപ്പാടുകളുടെ ആഴങ്ങളും മർമ്മങ്ങളും വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുപടങ്ങളുടെ ഗുപ്തനിധികളെയും നിങ്ങൾക്ക് തരുമെന്നറിയ ദൈവം, ഇന്ന് പകൽക്കാലം അങ്ങയുടെ ദാസന് അങ്ങയുടെ ജനത്തിന് കൊടുക്കാൻ വേണ്ടുന്ന ആഹാരം, ആ മന്ന, സ്വർഗീയ മന്ന അങ്ങയുടെ ദാസന് നൽകി കൊടുത്ത് അത് അങ്ങയുടെ ദാസൻ അങ്ങയുടെ ജനത്തിന് വിഭാഗിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന മാത്യൂസ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അദ്ദേഹത്തെയും കരങ്ങളിൽ തരുന്നു. അദ്ദേഹത്തെ വെളിപ്പാടിന്റെ ആത്മാവ് അധികമായി വ്യാപരിച്ച് ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, വരുവാനുള്ള ന്യായവിധിയെ കുറിച്ച് ഹല്ലേലൂയ കർത്താവെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗം പ്രസാദിച്ച് അദ്ദേഹത്തെ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ആയിരിക്കുന്ന മണ്ഡലങ്ങളിലെ കർത്താവേ സ്തോത്ര സ്ഥലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന അങ്ങയുടെ വ്യാപാര ശക്തി അങ്ങയുടെ ദാസന്റെ മേൽ വ്യാപരിച്ച് ഹല്ലേലൂയ കർത്താവ് ഈ ദിവസങ്ങളില് അങ്ങയുടെ ദാസനെ അനുഗ്രഹിച്ച് അങ്ങ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഞങ്ങളുടെ മീറ്റിംഗില് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ വ്യാപാരം ഉണ്ടാകുവാൻ സ്വർഗം കൃപ ചെയ്യണം. എല്ലാവരും കടന്നു വരുവാൻ സ്വർഗം കൃപ ചെയ്യണം. കർത്താവേ ഹല്ലേലൂയ. റിബാബ റിബാജാന റിബാബ കടന്നു വരുന്നവരെ ആത്മാഭിഷേകത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തതുപോലെ ആരാധിക്കുവാൻ സ്വർഗം കൃപ ചെയ്യണം. കർത്താവേ സ്തോത്രം. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ ദൈവം അങ്ങയുടെ വിശ്വസ്ത നിമിത്തം അത് അങ്ങയുടെ നാമത്തിന് മഹത്വമാവുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. എളിയവരെ കുപ്പയിൽ നിന്നും ഹല്ലേലൂയ കുപ്പയിൽ നിന്നും എളിയവരെ താഴ്ചയിൽ നിന്ന് ഉയർത്തിയ ദൈവം ഹല്ലേലൂയ ഈ ദിവസങ്ങളില് ഉയർത്തി തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം അങ്ങായിരിക്കാല് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. സ്ഥലത്തിന് എല്ലാവർക്കും ആ സ്ഥലത്തിന് കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തിയപ്പോഴാ ഞങ്ങളെ കർത്താവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നത് കൊണ്ട് ആയിരുന്നതുപോലെ ഹല്ലേലൂയ കർത്താവേ അങ്ങയുടെ ഹിതത്തിന് വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അപ്പച്ചാ അങ്ങയുടെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു തരുന്നു. അടിയങ്ങൾ ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അങ്ങയുടെ തേജസ് കണ്ട് മോശ പർവ്വതത്തിൽ നിറങ്ങി വന്നപ്പോൾ അവന്റെ മുഖത്തിന്റെ തേജസ് പ്രകാശിച്ചതുപോലെ, അല്ലെങ്കിൽ മുഖം പ്രകാശിച്ചതുപോലെ, ആ തേജസ്സിനാൽ വിളങ്ങിയതുപോലെ അടിയങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാ ഹല്ലേലൂയ അടിയങ്ങളുടെ മുഖത്ത് ഒരു തേജസ് ഉണ്ടാവുവാൻ, ഞങ്ങളുടെ മുഖത്തിന്റെ കരുവാളിപ്പ് മാറുവാൻ ഹല്ലേലൂയ കർത്താവേ ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ് ഞങ്ങളുടെ മുഖത്തൊന്ന് പ്രകാശിക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. സകല മാനവും മൊത്തം അവിടത്തേക്ക് വരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി യേശുമിശിഹായുടെ നാമത്തിന്റെ വീട് കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു. ദൈവസ്ഥലത്തിൽ എല്ലാവരും സമർപ്പിച്ചു കൊടുത്താൽ താഴ്ചയാണ്. എല്ലാവരും അവനെ താഴ്ചയാണ്, എന്നെ സമർപ്പിക്കുകയാണ്. എല്ലാവരും പരിശുദ്ധാത്മാവിനെ സമയം അന്യഭാഷയിൽ സംസാരിച്ചു. അതിനുശേഷം ചെറിയ മെസ്സേജ്, അതിനുശേഷം നമുക്ക് അന്യഭാഷ കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവസ്ഥലതയിൽ ഒന്ന് സറണ്ടർ കൊടുത്താൽ ഹോളി സ്പിരിറ്റ് ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. മുതലല്ല, രാവിലെ എഴുന്നേറ്റ മുതലേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് എന്തോ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. യേശുവിന്റെ കരങ്ങൾ സമർപ്പിച്ചു നമ്മൾ സറണ്ടർ കൊടുത്താൽ
ശക്തിയാനുമല്ല ബലത്താനുമല്ല യഹോവയുടെ ആത്മാവിൽ തന്നെ. ശക്തി കൊണ്ടോ ബലത്തിൽ കൊണ്ടോ ഒന്നുമല്ല, യഹോവയുടെ ആത്മാവിൽ തന്നെ. എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറട്ടെ. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് അല്പസമയം ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് അല്പസമയം എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് അല്പസമയം ഏൽപ്പിച്ചു കൊടുത്താൽ എല്ലാ ഡിസ്ട്രാക്ഷൻസും എല്ലാ കാര്യങ്ങളും മറന്നു. എല്ലാം മറന്ന് യേശുവിന്റെ മുഖത്തോട്ട്, എല്ലാം മറന്ന് യേശുവിന്റെ മുഖത്തോട്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ മറക്കുക. നിങ്ങളെല്ലാം മറന്ന് ശുദ്ധീകരിച്ച് നിൽക്കുവാൻ പുതിയ ശക്തി, പുതിയ ബലം, പുതിയ അധികാരം, പുതിയ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടിക്കായി ദാഹമനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും ആവശ്യത്തിന് പ്രാർത്ഥിച്ചു, എല്ലാവരും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ Glory, 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 honor, praise. I worship you, I worship you, worship you, Jesus. I worship you. കൃപാസനത്തോടെ നടപ്പുരുന്നു. Hallelujah. Jesus. Hallelujah, 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 hallelujah. Babari, 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 bajanari, bajanari, babari, bajanari, babari, bajanari, babari, bajanari, bajanari, babari, bajanari, babari, bajanari, babari, bajanari, babari, bajanari, babari, bajanari, babari, bajanari, baba. Rikamana Veda Raja, Raja Veda Raja, Raja Veda Raja, Ri babari, 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 baba. Ri bajanari, babari, 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 bajanari, babari, bajanari, babari, babari. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Ribabari, babari, bajanari, babari, bajanari. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. ഇല്ലാത്തവനെ ഉള്ളതിനെ ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്നവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Victorious. Hallelujah.
Thank you, Holy Hallelujah, Spirit. hallelujah, 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 You are mighty. hallelujah, Lift hallelujah, up you. Oh, hallelujah, എല്ലാവരും ഭാഷ പറഞ്ഞാൽ hallelujah, hallelujah, ribaba, 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 ribajana, ribaba, ribajana, ribaba, ribajana, ribaba, ribajana, ribaba, ribajana, ribaba, rikama, raja, udapar sundaraki, raja, Vaidaraja, Saraja, Vaidaraja, Adagam Jagani, Vaidaraja, Sakara, Vaidaraja, Hallelujah, 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 കർത്താവേ ദൈവകൃപയ്ക്കായി സ്തോത്ര, ദൈവകൃപയ്ക്കായി സ്തോത്ര, ദൈവകൃപയ്ക്കായി സ്തോത്ര, ദൈവകൃപയ്ക്കായി സ്തോത്ര, ദൈവകൃപയ്ക്കായി സ്തോത്ര, ദൈവകൃപയ്ക്കായി സ്തോത്ര. റിബബ 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 റിബജന റിബബ റിബജന റിബബ. കർത്താവെ അങ്ങയുടെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചിരുന്നു, അങ്ങയുടെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചിരുന്നു. റിബബ റിബജന റിബബ. എന്റെ ഹിതമല്ല കർത്താവെ, അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചിരുന്നു. Ribajana ribaba ribajana ribaba. Hallelujah, 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 hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Hallelujah, Holy Spirit. You are great. You are great. You are great, Holy Spirit. hallelujah, You hallelujah, are hallelujah, great. You are great. yeah, hallelujah, God is so hallelujah, great. hallelujah, God is so great. hallelujah, hallelujah, There is no one hallelujah, else like you. hallelujah, hallelujah, There is no one like you, Jesus. There is no hallelujah, one else കർത്താവേ like കൃപ. you. There is no one else like you. You സ്തോത്ര, are great. You ദൈവയ്ക്കായി are great. You സ്തോത്ര. are great. You are great. റിബബ റിബബ റിബബ. You are great. You are great. ഹല്ലേലൂയ, Jesus, you are ഹല്ലേലൂയ, great. ഹല്ലേലൂയ, No ഹല്ലേലൂയ, one is like ഹല്ലേലൂയ, you. ഹല്ലേലൂയ, There is ഹല്ലേലൂയ, no one else like you. ഹല്ലേലൂയ. അപ്പച്ചാ, കൃപ, കൃപ, You കൃപ. are miraculous, so great. You are miraculous, so great. There is no one else like you. There is no ഹല്ലേലൂയ, one else like ഹല്ലേലൂയ, you. You deserve the ഹല്ലേലൂയ, glory and ഹല്ലേലൂയ, honor. ഹല്ലേലൂയ, You deserve the glory and ഹല്ലേലൂയ, honor. ഹല്ലേലൂയ, As ഹല്ലേലൂയ, we lift up our ഹല്ലേലൂയ. hands റിബബ, in റിബബ, worship, റിബജന, as റിബബ, we lift up the റിബജന, holy റിബബ. name, you are deserve the glory and the honor. ഹല്ലേലൂയ, As we lift ഹല്ലേലൂയ, up hand in a ഹല്ലേലൂയ, worship, as we ഹല്ലേലൂയ, lift up your ഹല്ലേലൂയ, holy ഹല്ലേലൂയ. name, കർത്താവേ, you're കൃപയാ, holy. വനസ്തുതി. You're holy. Ribajana ribaba Spirit, fill ribajana us, ribaba ribajana fill us, Holy ribaba. Spirit, fill us, fill us, Holy ഹല്ലേലൂയ. Spirit, fill അപ്പച്ചാ, us, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ മുറി fill us, നിറയപ്പെടട്ടെ. Holy Spirit, fill us. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ മുറി Hallelujah, നിറയപ്പെടട്ടെ. fill us. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് Holy, 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 ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ മുറി നിറയപ്പെടട്ടെ. holy, holy, ഹല്ലേലൂയ, holy, ഹല്ലേലൂയ, ഹല്ലേലൂയ. holy. അങ്ങയുടെ Hallelujah. തിരുസാന്നിധ്യം കൊണ്ട് ഈ മുറി നിറയപ്പെടണം കർത്താവേ. അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് ഈ മുറി നിറയപ്പെടണം അപ്പച്ചാ. അങ്ങയുടെ തിരുസാന്നിധ്യം, Holy, ഹല്ലേലൂയ. അങ്ങയുടെ holy, തിരുസാന്നിധ്യം ഈ holy. മുറി നിറയട്ടെ. Holy, you're holy. റിബബ 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 റിബബ. കർത്താവേ, സമാഗമന കൂടാരത്തിൽ നിറഞ്ഞ ദൈവിക Holy, സാന്നിധ്യം, holy, holy, holy. സമാഗമന കൂടാരത്തിൽ നിറഞ്ഞ ദൈവിക Holy, holy, സാന്നിധ്യം. are you Lord? ഹല്ലേലൂയ, Holy, holy, are you Lord? ഹല്ലേലൂയ, Holy, holy, are you ഹല്ലേലൂയ. Lord? ആ മേഘം, ഹല്ലേലൂയ കർത്താവേ, സമാഗമന കൂടാരത്തിൽ നിറഞ്ഞെങ്കിൽ. ഹല്ലേലൂയ, 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 Holy, ഹല്ലേലൂയ, holy, are you ഹല്ലേലൂയ, Lord? ഹല്ലേലൂയ, You're holy, you're ഹല്ലേലൂയ. holy, you're റിബബ holy, റിബബ Lord. റിബബ റിബബ റിബബ. ഹല്ലേലൂയ, ഹല്ലേലൂയ, Holy God, ഹല്ലേലൂയ, you're holy. ഹല്ലേലൂയ, Are you Lord ഹല്ലേലൂയ, God? You're ഹല്ലേലൂയ, holy. ഹല്ലേലൂയ, You're ഹല്ലേലൂയ, holy God. You're God holy. I ഹല്ലേലൂയ, worship you, Jesus. I worship ഹല്ലേലൂയ, you. ഹല്ലേലൂയ, ഹല്ലേലൂയ, I ഹല്ലേലൂയ, worship you, Jesus. I worship you, ഹല്ലേലൂയ, Jesus. ഹല്ലേലൂയ, 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 Holy, holy. ഹല്ലേലൂയ. Together with the worship with our ആമേൻ, പ്രാർത്ഥിച്ചാൽ. ആമേൻ, ആമേൻ, Can you ആമേൻ, hear the sound of heaven? Yes. ആമേൻ, 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 Like the ആമേൻ. sound of ഹല്ലേലൂയ, many ഹല്ലേലൂയ, ഹല്ലേലൂയ, waters. ഹല്ലേലൂയ,
Hallelujah, The sound of hallelujah, worship coming hallelujah, from the throne. hallelujah, 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 hallelujah. Hallelujah, Rise the hallelujah, final hallelujah, glory. hallelujah, hallelujah. Judgment from Hallelujah, heaven. hallelujah, hallelujah. Lift the wounds. Hallelujah, 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 hallelujah. Ribajana, ribaba, ribajana, ribaba, ribajana, ribaba, ribajana, ribaba, ribajana, ribaba. Ribajana, Holy, ribaba, ribajana, holy, ribaba, holy, ribajana, ribaba, ribajana, ribaba. hallelujah. Ribajana, ribaba, ribajana, ribaba, Holy, ribajana, ribaba, holy, ribajana, holy are you, ribaba, Lord. ribajana, ribaba, ribajana, Angels ribaba. and എല്ലാ angels ക്ഷീണങ്ങളും വിട്ട് മാറട്ടെ, bow, എല്ലാ ക്ഷീണങ്ങളും വിട്ട് redeemed, മാറട്ടെ, എല്ലാ we ഭാരങ്ങളും വിട്ട് worship you, മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് Lord. കർത്താവേ സ്തോത്രം. വിളിക്കുന്നത് Holy, സിജോയിൽ വരും. holy, യാക്കോബിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റുമെങ്കിൽ we worship ഹല്ലേലൂയ you, കർത്താവേ Lord. മാറട്ടെ. ഞങ്ങളുടെ അവിശ്വാസം മാറട്ടെ, Holy, അവിശ്വാസം holy, മാറട്ടെ, ഞങ്ങളുടെ കോട്ടകൾ holy, മാറട്ടെ. കാൽവറി holy, കൃത്താൽ ഒരു പ്രാവശ്യം കൂടെ റിബാജാന റിബാബ റിബാജാന റിബാബ ഞങ്ങളെ hallelujah. ശുദ്ധീകരിക്കുന്ന കൃപയ്ക്കായി സ്തോത്ര. റിബാബ 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 Shamaraganashi, holy, റിബാബ holy, റിബാബ holy, റിബാബ റിബാബ holy, റിബാബ 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 റിബാബ. holy, ഹല്ലേലൂയ, ഹല്ലേലൂയ, holy, hallelujah. ഹല്ലേലൂയ, 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 Yes, ഹല്ലേലൂയ, and ഹല്ലേലൂയ, angels ഹല്ലേലൂയ, bow. hallelujah, 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 Redeemed, hallelujah, we worship hallelujah, you hallelujah, now. hallelujah, hallelujah. Holy, 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 hallelujah. Hallelujah. Glory, holy. We Appa, worship you, Lord. appa Hear the sound of heaven, like the sound of many waters. In the sound, hallelujah, Puraki Maneshi. hallelujah, Come the throne. hallelujah, appa, Holy Spirit, connect with God. hallelujah, hallelujah, Connect with the hallelujah, Father now, please. hallelujah, Connect hallelujah, with hallelujah, Jesus. Now, hallelujah, angels, come down now in Jesus' mighty name. hallelujah, Oh, more power, more Holy Spirit. hallelujah, Uramanasi, എല്ലാ തടസ്സങ്ങളെ ശാസിക്കുന്നു. അനുവദിക്കുന്നതിനെ പോലുള്ള ശാസി. Come out. Holy, holy, holy. hallelujah, hallelujah. Lord, we worship you, Lord. Holy, holy, holy are you, Lord. The elders and angels bow. Worship you now. സ്തോത്രം. Holy, holy, holy are you, Lord. Come on. ഹല്ലേലൂയ. Holy, holy, holy are you, Lord. ഞങ്ങൾ വർഷിപ്പ് ചെയ്യുന്ന കർത്താവിനെ. സ്തോത്രം, സ്തോത്രം അപ്പച്ചാ. I give you glory, honor, praise. I worship you, Jesus. എന്നെ മോത്തപ്പെടുത്ത Surrender you, Holy Spirit. We give you, Holy Spirit. Yes. Barabahasi. Yes. വലിയ ദൈവസാന്നിധ്യത്തിനായ സ്തോത്രം. വലിയ ദൈവസാന്നിധ്യത്തിനായ സ്തോത്രം. I worship you. I worship you. I worship you. I give you glory, honor, praise. Holy, holy. You're holy. You're holy. You're holy God. Thank you, Lord. Thank you, Jesus. Thank you, Jesus. We worship you. Thank you, Jesus. We worship you. We worship you. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ശക്തമായ ദൈവസാന്നിധ്യം ഉള്ളനായ ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തമായ ദൈവസാന്നിധ്യം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ശക്തമായ ദൈവസാന്നിധ്യം. ശക്തമായ ദൈവസാന്നിധ്യം. ശരീരത്തെ ബലപ്പെടുത്തണമേ റിബാബ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ ദൈവസാന്നിധ്യമുള്ള ദൈവത്തെ സ്തുതിക്കുകയാണ്. ശക്തമായ ദൈവസാന്നിധ്യമുള്ള ദൈവത്തെ സ്തുതിക്കുകയാണ്.
Yeah, holy, holy, holy. Riki Madanasi. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാമത്തില് വിഭജന എല്ലാ പോലും പുറകെ ശാസി അമർച്ചയുന്നു ബ്രേക്ക് ചെയ്യുന്ന കർത്താവേ പാപുലത്തും മുതൽ വെളിപ്പെട്ട് വരട്ടെ. ഡെലിവറിസ് നടക്കട്ടെ, ഹീലിംഗ്സ് നടക്കട്ടെ കർത്താവേ. എല്ലാം ഞങ്ങളുടെ നാമഹൃദയം കേൾപ്പിക്കും. ഞാൻ പറയുന്നത് യേശുവിന്റെ നാമമാണ്. In Jesus' mighty name, Christ, I surrender in Jesus' name. Amen. Hallelujah. അല്പസമയം വചനത്തോട് ചിന്തിച്ചിട്ട് നമുക്ക് വീണ്ടും അന്യഭാഷകൾ പ്രാർത്ഥിക്കാം. Hallelujah. അല്പസമയം നമുക്ക് വചനം ചിന്തിച്ചിട്ട് നമുക്ക് അന്യഭാഷ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ അന്യഭാഷ പറയുന്നതിന് ഉദ്ദേശം കാണുമല്ലോ, അതുകൊണ്ടാണ് ഈ വചനം ചിന്തിക്കുന്നത്. ഓരോ പ്രാവശ്യങ്ങളും വചനം ചിന്തിക്കുന്നതിന് കാരണം നമുക്ക് അന്യഭാഷ പറയുന്നതിന്റെ ഉദ്ദേശം. അപ്പം ഈ സൂം മീറ്റിംഗിൽ മറ്റേ വാട്സാപ്പ് ഗ്രൂപ്പിലെല്ലാം കൂടിയിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഷീന സിസ്റ്റർ ഉണ്ട്, മാത്യൂസ് മാസ്റ്റർ ഉണ്ട്. ഷീന സിസ്റ്റർ, ആർ യു റെഡി? Yeah, you're off today, right? I'm working, but that's okay. I have no patience now. Okay, thank you. Hallelujah. Okay. സൂം മീറ്റിംഗിലും അതുപോലെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലും കടന്നു പോകുന്ന എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുകയാണ്. Start with everyone who's in Zoom meeting and WhatsApp meeting. നമ്മൾ അടുത്ത അന്യഭാഷ പറയുന്നതിനല്ലേ കുറച്ചു നേരം ദിവസം ഇരിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ഉദ്ദേശമാണല്ലോ. എന്തിനാണ് നമ്മൾ ഇരിക്കുന്നത്? വെറുതെ നമ്മൾ വെള്ളത്തിൽ കല്ലെറിയുന്ന പോലെ അല്ല ഇരിക്കുന്നത്, നമ്മൾ ഒരു ഉദ്ദേശത്തോടും ഇരിക്കുന്നത്. We are sitting with a purpose before we start speaking tongue. അതുകൊണ്ട് ഇത് ഒരു അല്പസമയം മെസ്സേജ് പറഞ്ഞ ശേഷം ആ ബേസ് ചെയ്ത് നമ്മളെ ദിവസനതയിൽ അന്യഭാഷകളിൽ ഇരിക്കും ദൈവത്തിന് പ്രാപിക്കാൻ വേണ്ടി. So we're going to speak from the message, then we speak in tongue. അതിനുശേഷം നമുക്ക് ഓരോരുത്തരും കൊണ്ട് പ്രാർത്ഥിക്കാം. Then we can pray. അല്ലെങ്കിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം സംസാരിക്കുന്ന ദൈവം വിടുതൽ തരും. God will deliver people. ദൈവം ഹീലിംഗ്സ് തരും. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. God is healing and God is doing miracles. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒരുപാട് പേർ കർത്താവ് ഹീലിംഗ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. In this group, people are getting healed. ഒരുപാട് പേർക്ക് ഹീലിംഗ് ഡെലിവറൻസ് ചെയ്യുന്നുണ്ട്. God is doing deliverance for a lot of people. ഇതൊന്നും നമ്മുടെ മഹത്വ പുരുഷൊന്നുമില്ല, എല്ലാം കർത്താവ് യേശുവിന്റെ പുകഴ്ചയ്ക്കായി തീരട്ടെ. So for the glory of God. ഹല്ലേലൂയ. ഓക്കെ, നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിക്കാൻ പോകുന്നത്, താങ്ക് യു ഫോർ ഷീന സിസ്റ്റർ, താങ്ക് യു, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അല്പസമയം ചിന്തിക്കാൻ പോകുന്നത്, വാട്ട് ഡസ് ദ ബൈബിൾ സേ അബൌട്ട് ദ ഫെയ്ത്ത്? വാട്ട് ഡസ് ദ ബൈബിൾ വിശ്വാസത്തെ കുറിച്ച് അല്പസമയം ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അന്യഭാഷകൾ പറയാം. ഈ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും ഫെയ്ത്ത് ഹാസ് എ മെനി ഒരുപാട് ലേയേഴ്സ് ഉള്ളതാണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ വിശ്വാസം എന്നത് നിർവചിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ക്രിസ്തീയ അല്ലെങ്കിൽ ക്രിസ്തുമതത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ജീവിതത്തിന്റെ ഒക്കെ വിശ്വാസത്തിന്റെ ബൈബിൾ നിർവചനം വെറും വിശ്വാസത്തിന് അപ്പുറമായിട്ട് ദൈവം ഉണ്ടെന്നുള്ള ലളിതമായ സമ്മതമാണ് വിശ്വാസം. The faith is that beyond the Christian faith, there is faith. Jesus is working. That's the agreement of that situation, that is faith. ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്തിന്റെ മണ്ഡലത്തിലൂടെ കടക്കുന്ന ലളിതമായ നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോഴാണ് വിശ്വാസത്തിന്റെ മണ്ഡലത്തിലെത്തുന്നത്. When we surrender or submit to the fact that there is a God. എല്ലാ വിശ്വാസത്തിന്റെയും അവസാനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ സ്വാർത്ഥ പരിശ്രമങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സ്വഭാവത്തിലും പ്രവൃത്തികളിലും വാഗ്ദാനങ്ങളിലേക്ക് പൂർണ്ണമായ ആശ്രയം സ്ഥാപിക്കുന്നത് ഉൾപ്പെടുന്നു. അത് അവന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. So it is included in the word of God that the foundation of the faith is forsaking all the human effort and human understanding that we are entering into we are trusting in God's work. വിശ്വാസത്തിന് പല മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും when there is a different measures of faith, ഒരു ബേസ് മാത്രം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, I'm just talking about the base today. പിന്നെ നമ്മൾ അതിന്റെ ആഴങ്ങൾ ചിന്തിക്കും. Then we go deeper later. ഇത് തന്നെ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. If you sit down and
think about it deeper, then you get a lot of stuff. നമുക്ക് വചനം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ പിന്നീട് വായിക്കാൻ വചനം വായിക്കുന്നില്ല. Word of God, you can note it down so you can read it later. അപ്പം ഇത് ദൈവാത്മാവാണ് നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളും സംസാരിക്കുന്നത്. Spirit of God is speaking in all our meetings. ഞാൻ ഇന്നലെ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇന്ന് തന്നെ സംസാരിക്കും, വിശ്വാസത്തെ കുറിച്ച് പറയാൻ പറഞ്ഞ വിശ്വാസം എടുത്തത്. And yesterday I asked God, what should I talk today? Then God said, I'll speak about faith. That's why I'm talking about faith. നമ്മൾ ചർച്ചിലൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴും പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രസംഗിക്കാറുള്ളത്. Even in church, I speak about whatever God is speaking, God gives me the topic to preach. എന്ന് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നല്ല, പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്താലും ചില സമയം ദൈവം അത് മാറ്റിക്കളയും. That doesn't mean we should not prepare. Even though you prepare, God will change the topic. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്തിന്റെ ഒരു നിർണായക വശം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 1 നാം കാണുന്നുണ്ട്. In one side of the faith we see in Hebrews chapter 11 verse 1. ആശിക്കുന്നതിലുള്ള ആത്മവിശ്വാസവും കാണാത്തതിനെ കുറിച്ചുള്ള ഒരു ഉറപ്പുമാണ് വിശ്വാസം എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. Faith is the substance of things hoped for and the evidence of things not seen. പക്ഷെ സ്വർഗത്തെ കുറിച്ച് അല്ലെങ്കിൽ നിത്യത്തെ കുറിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കത് ആവശ്യമാണ്. While we are on earth, we need that eternal faith on eternity. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. We never seen eternity with our eyes. എന്നാൽ ഭാവിയിൽ പ്രതീക്ഷിക്കുന്നതുമായ കാര്യങ്ങൾ ബൈബിളിൽ വിശ്വാസം എന്ന് പറയുന്നു. The expectation about the future, that is faith. അപ്പൊ ദൈവം തന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ആന്തരിക യാഥാർത്ഥ്യമായി തീരുന്നതാണ് വിശ്വാസം. The inner man's the facts, it become real, which is revealed in the word of God, that is faith. നമ്മുടെ ഭൗമികമായ കണ്ണുകളാൽ ജീവിതത്തെ നോക്കുന്നതിന് പകരം വിശ്വാസം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ ലെൻസിലൂടെ കാണും. We are looking not only through the physical eyes, we are looking at situations, we are looking through the lens of the inner man, that is faith. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ ഞങ്ങൾ നടക്കുന്നു. So that's why the Bible says we are not walking by sight, but we walk by faith. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ 2 കൊരിന്ത്യർ 5-7 ഞങ്ങൾ കാഴ്ചയിലല്ല നടക്കുന്നത്, ഞങ്ങൾ വിശ്വാസത്താൽ നടക്കുന്നു. 2 Corinthians 5:7 Paul says we walk not by sight but by faith. വിശ്വാസം എന്നത് ഈ ബാങ്ക് അക്കൗണ്ടുകളുടെ ബാലൻസുകളല്ല. വിശ്വാസം എന്നത് Faith is not the balance of bank account. വാർത്തകളിലെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ റിപ്പോർട്ടിലല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത്. This faith is in the doctor's report. ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുന്നില്ല. So faith means we are not looking at the problems which we can see with the physical eyes now. നമുക്ക് കാണുന്ന ഒന്നുമല്ല വിശ്വാസം, നമ്മൾ കാണുന്നതല്ല വിശ്വാസം. Faith is not what we see with our physical eyes. മറിച്ച് നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് വിശ്വാസം. We are looking at the invisible things. അപ്പൊ കാണാത്ത കാര്യങ്ങളോട്ട് നോക്കുന്നതാണ് വിശ്വാസം. Faith is we are looking at the invisible things of our physical. കാണാത്ത കാര്യങ്ങളെ നമ്മൾ അതിലോട്ട് കേന്ദ്രീകരിക്കുക, അതിലോട്ട് നമ്മൾ കാണുന്നതാണ് വിശ്വാസം. We are looking through our inner man's eyes. We are looking at the invisible things. That is faith. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷമാവും. What you see now, it will be vanished away. നമ്മൾ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെല്ലാം അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കല്ല 1 മണിക്കൂർ നടക്കുന്ന കാര്യം അല്ലേ? അപ്പോൾ അതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. Things are changing. What you see now, it will be changing in half hour. പക്ഷെ നമ്മൾ കാണാത്ത കാര്യങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. The invisible things are there forever. അതാണ് 2 കൊരിന്ത്യർ 4:18 പറയുന്നത്, ലോകം തകർന്നു വീഴുന്നതായി നമുക്ക് തോന്നുമ്പോൾ ദൈവത്തിന്റെ അവന്റെ വചനത്തെ പാറ പോലെ ഉറപ്പുള്ളതായി നിൽക്കുന്നു. Word of God is steadfast like a rock, even when things on earth are changing. കർത്താവിന്റെ വചനം എന്ന് പറഞ്ഞാൽ പാറ പോലെ ഉറപ്പുള്ളതും വിശ്വസനീയമായ വാഗ്ദത്തങ്ങളിൽ നമ്മുടെ വിശ്വാസം സുരക്ഷിതമായി നിലകൊള്ളുന്നു. Word of God is a rock, it will stand forever and protect us forever. ഹല്ലേലൂയ. മനസ്സിലായോ? സോ വിശ്വാസം സുരക്ഷിതമാണെന്ന് കർത്താവ് വചനം പറയുന്നത്. Word of God is so protective, to protect us. ഒന്ന് വിശ്വാസം ആരംഭിക്കുന്നത് എവിടുന്നാ? ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ നിന്നാണ് വിശ്വാസം ആരംഭിക്കുന്നത്. The faith is starting
initiated by Jesus Christ. നമ്മൾ പലരെയും ശ്രദ്ധിക്കാറുണ്ട്, വിശ്വാസത്തിന്റെ പുറകെ പലരും ഓടുന്നുണ്ട്. പക്ഷെ ആക്ച്വലി വിശ്വാസത്തിന്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല, യേശുവിന്റെ പുറകെ ഓടിയാൽ മതി. You don't have to run after faith, but run after Jesus Christ. കാരണം വിശ്വാസം വരുന്നത് ദൈവത്തിൽ നിന്നാണ്, അല്ലാതെ യേശുക്രിസ്തുവിന്റെ വിശ്വാസം വരുന്നത് Comes by God, comes from Jesus Christ. അത് ഓർത്താണ്, ദൈവത്തിന്റെ ഗിഫ്റ്റാണ്, ദൈവത്തിന്റെ ദാനമാണ്. That's the gift of God. അത് മനുഷ്യന്റെ പ്രയത്നത്താലോ മനുഷ്യന്റെ ശക്തിയാലല്ല വിശ്വാസം. It's not by man's works or man's. ഇത് മനുഷ്യന്റെ നേട്ടമല്ല വിശ്വാസം. It's not from the profit of the people. ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നിലേക്ക് വരാൻ അവരെ സ്നേഹപൂർവ്വം പ്രേരിപ്പിച്ചുകൊണ്ടാണ് വിശ്വാസം ആരംഭിക്കുന്നത്. He reveals to us himself, and God wants us to focus on him. That is the work of faith. സഭാപ്രസംഗി 3:11, റോമാലേഖനം 1:19-20 നിങ്ങൾ വായിച്ചു നോക്കണം. ദൈവം താനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ്? റോമലേഖനം 2:4 Faith, work of the faith starts in Romans chapter 2:4 and Ecclesiastes 3:11. 2 പത്രോസ് 3:9, യെശയ്യാ 30:18 നിങ്ങൾ വായിച്ചു നോക്കണം. Read 2 Peter 3:9 and book of Isaiah. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അനുഗമിക്കാൻ വിളിച്ചതുപോലെ മത്തായി 4:18-22 വായിച്ചു. എന്നാൽ ദൈവം നാം വിശ്വാസത്തിൽ അവനോട് പ്രതികരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. God called the disciples to follow him in Matthew chapter 4:18. So God expects us to react to the call of God and by faith. ജീസസ് പറഞ്ഞു ഫോളോ മീ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പിന്നെ നോക്കിയില്ല, ഫോളോ കർത്താവ് വിശ്വാസത്തിൽ പുറകെ പോവുക. Jesus said, follow me. So they are not looking back. We just follow Jesus. യേശുക്രിസ്തു ഒരിക്കലും ആരെയും പിടിച്ചുകൊണ്ട് പോകത്തില്ല. God will not force anyone to go after him. യേശുക്രിസ്തു ആരെയും പുഷ് ചെയ്യത്തില്ല. He will not push anyone. ഫോളോ, യേശു പറയും ഫോളോ മീ, നിങ്ങൾ വേണമെങ്കിൽ എന്റെ പുറകെ വരാം. He just, if you want, follow me. നാളെ ഈ പരിപാടി വേണ്ടെന്ന് നിങ്ങൾക്ക് തട്ടിപ്പോയിട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു വരത്തില്ല. കർത്താവിന് ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ തട്ടിക്കളഞ്ഞാലും. Even though you knock it out or you reject it, it's no problem. അപ്പൊ ആ വിശ്വാസം, യേശുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ യേശുവിന്റെ പുറകെ പോകുന്നത്. We are running after the faith of Jesus. ദൈവവചനത്തിലുള്ള വിശ്വാസത്താലാണ് ദൈവവചനത്തിന് പുറകെ പോകുന്നത്. We are walking after the word of God because of faith. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. That says Hebrew 11:6. Without faith, it's impossible to please God. വിശ്വാസമില്ലാതെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. It's impossible to please God without faith. നേർച്ചകളോ കാഴ്ചകളോ പ്രാർത്ഥനയോ ഉപവാസങ്ങളോ ഒന്നും ദൈവത്തെ പ്രസാദിക്കുന്നില്ല, വിശ്വാസത്തിൽ അധികം പ്രസാദിക്കുന്നത്. Vows or offerings or prayers, God is not pleased with it. God is pleased with the faith. അരശരി കൊണ്ട് ഇമോഷണലൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല, വിശ്വാസത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. Even with your crying or emotions, you cannot please God, but by faith you can please God. സോ അവന്റെ അടുക്കൽ, അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും തന്നെ ദൈവം ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കണം, ആത്മാർത്ഥമായി വിശ്വസിക്കണം. Anybody who comes to God, you should believe that God is. There's a God. You have to believe that. ആത്മാർത്ഥമായിട്ട് നമ്മൾ അവനെ അന്വേഷിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് അന്വേഷിക്കുമ്പോഴാണ് അവർക്ക് പ്രതിഫലം കിട്ടുന്നത്. When you seek him diligently, that's when you receive the reward. ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നവർക്ക് പ്രതിഫലം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. പറയാൻ പറയുന്നത് വിശ്വസിക്കണം. That is, you have to believe that when you seek him diligently, you have a reward. ഈ ദൈവത്തിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, സ്വർഗത്തിലും ഉണ്ട്. The reward is here from God, and from God we have reward in heaven also. വിശ്വാസത്തിൽ ആദ്യം പരാജയപ്പെടുന്നത് ആദാമും ഹവ്വായോ. The failure of faith will happen first to Adam and Eve. നിങ്ങൾ മനുഷ്യൻ ഉൽപ്പത്തി 3:1-7 വായിച്ചു നോക്കി. വിശ്വാസത്തിൽ ആദ്യ പാപത്തിന്റെ കാതൽ അവിടെ വെളിപ്പെടുന്നത് മനുഷ്യനല്ല. Genesis chapter 3:1-7 says, man failed. Adam and Eve failed first. അതിന് മുതൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വിശ്വാസത്തിലോട്ട് മനുഷ്യനെ കൊണ്ടുവരാൻ ദൈവം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. Now, ever since then, God is trying to bring people. ഈ മനുഷ്യൻ വീണ ശേഷം 2 കാര്യങ്ങൾ ദൈവം വിളിച്ചോണ്ടിരിക്കും. ഒന്ന് വിശ്വാസത്തിൽ മടങ്ങി വരാൻ, 2 പാപത്തിൽ നിന്ന് മടങ്ങി വരാൻ. 2 കാര്യമാണ് ദൈവം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. God is calling out 2 things. Come back to the faith and come back to Jesus. അല്ലെങ്കിൽ അനുസരണത്തിലോട്ട് മടങ്ങി വരണം. Come back to obedience. അപ്പം വിശ്വാസമാണ് എപ്പോഴും രക്ഷയ്ക്കുള്ള ഏക മാർഗം. Faith is the only one secret to salvation. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഭയങ്കര ഉടമ്പടികളുടെ ബന്ധമായിരുന്നു.
Old Testament is full of covenants. എന്നാൽ പുതിയ നിയമത്തിലോ വിശ്വാസിയുടെ വിശ്വാസ പ്രകടനമാണ്. New Testament is a manifestation of faith of a Christian. നോക്കിയ ദൈവം ആദ്യം ഉടമ്പടിക്ക് വേണ്ടി തുടക്കമിട്ട് വിശ്വാസികൾ വിശ്വാസത്തിൽ പ്രതികരിച്ചു. So this Old Testament is on covenants, the New Testament is by faith. അവന്റെ വചനം സജീവമായി അനുസരിച്ചു അവന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതിനായി കർത്താവിൽ ആശ്രയിച്ചു. They obeyed the word of God by trusting in Jesus Christ. നോക്കിയ അബ്രഹാമിനെ ചിന്തിച്ചു നോക്കിയ 15:6 ഉൽപ്പത്തി, യഹോവയെ വിശ്വസിച്ചു. Genesis chapter 15:6, Abraham believed God. ഈ അബ്രഹാമിന്റെ വിശ്വാസത്താൽ ദൈവം എന്ത് ചെയ്തു? അവനെ നീതിമാനായി എണ്ണി. റോമൻ ലേഖനം 4:22. 22 Romans, it says God counted him as righteous because of. ഞാൻ പറഞ്ഞത് നമ്മുടെ വിശ്വാസത്തിലാണ് നമുക്ക് അവിടെ നമുക്ക് ചിന്തിക്കുന്നത് ഹോളിനെസ് കിട്ടുന്നത്. He received holiness through faith. വിശ്വാസ നിമിത്തം യഹോവ അവനെ നീതിമാനായി എണ്ണി. God counted him righteous because of his faith. എന്നാൽ നിങ്ങളൊന്ന് അഹങ്കാരികളെ നോക്കിയ അഹങ്കാരികളെ. Think about the people of pride. അവർ തങ്ങളുടെ ബുദ്ധിയിൽ തന്നെ ആശ്രയിക്കുന്നു. They trust in their own intelligence. അതുകൊണ്ടാണ് അവരുടെ ജീവിതം വക്രതയുള്ളതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. Also Bible says the crooked generation. സോ അതുകൊണ്ടാണ് ഹബക്കൂക്ക് 2:4 പറയുന്നത് നീതിമാന്മാരെ ദൈവത്തോടുള്ള വിശ്വസ്തതയാൽ ജീവിക്കും. റോമൻസ് 3:27-28-10 നിങ്ങൾ വായിച്ചു നോക്കി. അപ്പൊ പുതിയ നിയമത്തിൽ വിശ്വാസത്തിലാണ് ആളുകൾക്ക് യേശു ക്രിസ്തുവിലൂടെ ദൈവകൃപയും അവനോട് രക്ഷയും ലഭിക്കുന്നത്. സോ പുതിയ നിയമത്തിൽ നമ്മൾ വിശ്വാസത്തിലാണ് ആളുകൾക്ക് യേശു ക്രിസ്തുവിലൂടെ ദൈവകൃപയും അവനുള്ള രക്ഷയും ദാനവും ലഭിക്കുന്നത്. അതാണ് എഫെസ്യർ 2:8-9 നമ്മൾ വായിക്കുന്നത്. വിശ്വാസത്തിനെ കുറിച്ച് പൗലോസ് പറയുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ ഈ സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. സോ വിശ്വസിക്കുന്ന എല്ലാവരെയും, ആദ്യം യഹൂദനെയും പിന്നെ ജാതിയെയും രക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണിത്. അപ്പൊ വിശ്വാസത്തിലാണ് രക്ഷിക്കപ്പെടുന്നത്. ദൈവം രക്ഷിക്കപ്പെടുന്നതിലൂടെ നമ്മെ തന്റെ ദൃഷ്ടി നീതീകരിക്കുന്നു. യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വാസത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ, അക്സെപ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ദൈവം നമ്മളെ നീതീകരിക്കുക. അപ്പൊ ഇത് തുടക്കം മുതൽ അവസാനം വരെ കർത്താവ് നമ്മളെ നീതീകരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസത്തിൽ അത്ര നീതിമാൻ ജീവിക്കുന്നത്. റോമലേഖനം 1:16, 17, റോമലേഖനം 3:27, 28, 10 ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം. ഇവിടെ വിശ്വാസത്തിലാണ് നീതിമാൻ ജീവിക്കുന്നത്. പുതിയ നിയമത്തിൽ ജോലിയിലല്ല ജീവിക്കുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ ബാങ്ക് ബാലൻസിലല്ല ജീവിക്കുന്നത്. പുതിയ നിയമത്തിൽ ഷെയർ മാർക്കറ്റിലല്ല നമ്മൾ ജീവിക്കുന്നത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. കണ്ടോ, പുതിയ നിയമത്തിൽ എപ്പോഴും നീതിമാന്മാരെ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. എല്ലാം വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ഹലോ, പുതിയ നിയമത്തിൽ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ വിശ്വാസം നിരവധി അനുഗ്രഹങ്ങളിലും നേട്ടങ്ങളിലും കലാശിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? വിശ്വാസമില്ലെങ്കിൽ പരാജയം ഉണ്ടാവും. വിശ്വാസമുണ്ടെങ്കിൽ ഹീലിങ്സ് നടക്കും. വിശ്വാസമില്ലെങ്കിൽ ഹീലിങ്സ് നടക്കത്തില്ല. വിശ്വാസമുണ്ടെങ്കിൽ രക്ഷ, നീതീകരണം ദൈവം തരും. ഫെയ്ത്ത് ഇല്ലെങ്കിൽ രക്ഷ ലഭിക്കത്തില്ല. അപ്പൊ ദൈവമായുള്ള സമാധാനം എങ്ങനെ കിട്ടുന്നത്? വിശ്വാസത്താൽ. നിങ്ങൾ ജസ്റ്റ് റോമലേഖനം 5:1-2, ഗലാത്യർ 2:15, 16, 1 പത്രോസ് 12:9 വായിച്ചു നോക്കണം. You have to read Romans chapter 5:1. That means you are receiving the faith, the peace through God. അപ്പൊ യേശുക്രിസ്തുവിന്റെ വാസസ്ഥലം എങ്ങനെ ഒരുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിന്റെ വാസസ്ഥലം എങ്ങനെ ഒരുക്കിയത്? How
God created our heart as His dwelling. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശ്വാസം വഴിയാണ് യേശു നമ്മുടെ ഹൃദയങ്ങളിൽ അവന്റെ വാസസ്ഥലം ഒരുക്കിയത്. Flowing inside our heart through faith. അതുകൊണ്ടാണ് എഫേസ്യർ 3:17 വായിച്ചു വെക്കണം. വിശ്വാസം വഴിയാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ യേശു വന്നത്. Ephesians 3:17 says that Jesus Christ came into our heart through faith. അപ്പൊ വിശ്വാസം ഒരു വഴിയ റൂട്ട്, ഒരു വഴിയ റോഡാണ് വിശ്വാസം. So the faith is the roadway to നിങ്ങൾ ആക്ട്സ് 10:43 അപ്പോസ്തല പ്രവൃത്തി 10:43 വായിച്ചു നോക്കി. പാപമോചനം കിട്ടുന്ന വിശ്വാസത്താലാണ്. Acts 10:43 says the repentance of sins is through faith. നിങ്ങൾ പോയി അച്ഛന്റെ അരികെ പോയി കുമ്പസാരിക്കുമ്പോഴല്ല പാപമോചനം കിട്ടുന്നത്. You are not receiving the redemption of your sin. It's not from that person. നിങ്ങൾ പാപം മോചിക്കാൻ വേണ്ടി കുറെ നേർച്ചകൾ നേർന്ന പാപം മോചിക്കത്തില്ല. By after offering some vows, you are not going to receive redemption from sin. വിശ്വാസത്താൽ നമ്മുടെ പാപങ്ങളെ മോചിപ്പിക്കുന്നത്. The redemption from sin is through faith. ഹല്ലേലൂയ. അടുത്തത് നമ്മളെ ദൈവത്തിന്റെ ആ കുടുംബത്തിലോട്ട് ദത്തെടുത്തിരിക്കുന്ന വിശ്വാസത്താലാണ്. We are adopted in the family of God with faith. 1 യോഹന്നാൻ 12 ഗലാത്യർ 3:26 വായിച്ചു നോക്കണം. വിശ്വാസത്താലാണ് നമ്മളെ ആ ദൈവത്തിന്റെ എന്താ പറയുക, ദൈവത്തിന്റെ കുടുംബത്തിലോട്ട് ദത്തെടുത്തിരിക്കുന്നത്. John chapter 1 verse 12 say you become like the sons of God through faith. അപ്പൊ ദൈവത്തിന്റെ ആ സംരക്ഷണം വിശ്വാസത്താലാണ്. The protection of God in our life is through faith. നമുക്ക് ചുറ്റിനും ദൂതന്മാരുണ്ടെന്നും നമ്മുടെ ചുറ്റിനും നമ്മുടെ ഭവനത്തിന് ചുറ്റും ദൂതന്മാരുണ്ടെന്നും അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ പ്രൊട്ടക്ട് നമ്മുടെ വിശ്വാസത്താലാണ്. We know that the angels are surrounding our house and the protection of God is through faith. നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മൾ വിശ്വാസത്താൽ നമ്മുടെ വചനം വിശ്വസിക്കുകയാണ്. We don't see the physical eyes, we believe in our heart. ദൈവത്തിന്റെ ആ സംരക്ഷണം വിശ്വാസത്താലാണ്. The protection of God is through faith. ദൈവത്തിന്റെ ശക്തി വിശ്വാസത്താണ്. God manifesting in our life. അതാണ് 1 പത്രോസ് 1:5, മത്തായി 17:20, ലൂക്കോസ് 8:40-48 വായിക്കുന്നത്. അതാണ് പറയുന്നത്. ഇനി ശുദ്ധമായ മനസാക്ഷിയോടുകൂടെ ദൈവത്തോട് അടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു വിശ്വാസത്താലാണ്. അതാണ് എഫേസ്യർ 3:12. നമ്മളെല്ലാം വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയോ വിശ്വാസം നിങ്ങൾ ഇതൊന്നും അല്ല വിശ്വാസം. ബിബ്ലിക്കൽ റിയൽ വിശ്വാസത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ആ ഫെയ്ത്തിന്റെ മറ്റൊരു തലമാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്ത് പലതും നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു വരുത്തുന്നത് മറ്റൊരു തലമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡിഫറെന്റ് ലെവലുകൾ ഫെയ്ത്തിനുണ്ട്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ച് ആഴങ്ങൾ, ബിബ്ലിക്കൽ അടിസ്ഥാനത്തിൽ ബിബ്ലിക്കൽ ആ മർമ്മങ്ങളെ നിങ്ങൾ വിളിച്ച് പറഞ്ഞു തരുന്നത്. ശുദ്ധമായ മനസാക്ഷിയോടുകൂടി ദൈവത്തോട് അടുക്കുമ്പോൾ സ്വാതന്ത്ര്യം വിശ്വാസത്തോടെ ലഭിക്കണം. എഫേസ്യർ 3:12. God gives us the freedom to come closer to Jesus with a clear conscience. എബ്രായ ലേഖനം 10:22 നിങ്ങൾ വായിച്ചു നോക്കുക. അതുപോലെ ദൈവമായിട്ടുള്ള അനുരഞ്ജനം കിട്ടുന്നത് 2 കൊരിന്ത്യർ 15:18 വിശ്വാസത്താല. വിശുദ്ധീകരണം ലഭിക്കുന്ന പ്രവൃത്തി 26:17 വിശുദ്ധീകരണം ലഭിക്കുന്ന വിശ്വാസത്താല. അല്ലാതെ നമ്മൾ ഈ എന്താ പറയുന്നത് കാത്തലിക്സ് വിശ്വസിക്കുന്നത് പോലെ വിശുദ്ധീകരണം കിട്ടുന്നത് കുർബാന നടത്തിയോ അല്ലെങ്കിൽ മരിച്ചുപോയവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് വേണ്ടി അവർ പ്രത്യേക ഒരു സ്ഥലത്ത് പോയിരിക്കൂലേ, മറന്നുപോയി. അപ്പൊ അങ്ങനെ നല്ല വിശുദ്ധീകരണം കിട്ടുന്നത് അപ്പൊ ഗലാത്യർ 2:22 പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിൽ പുതിയൊരു ജീവിതം കിട്ടുന്ന വിശ്വാസത്താല്. 2:20 ഗലാത്യർ 2:20. ഇതെല്ലാം വിശ്വാസത്താൽ നമ്മൾ പ്രാപിച്ചെടുക്കുന്നത്. ഇതെല്ലാം യേശുക്രിസ്തുവിൽ നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു വന്നു കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഒരു പാക്കറ്റ് പോലെ, ഒരു പാക്ക് പോലെ ഇതെല്ലാം ഇത് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഇനി യോഹന്നാൻ 3:16, 16, 5, 24 വായിക്കുന്നതാണ് മരണത്തിന് മേലും നിത്യജീവനിൽ മേലും നമുക്ക് വിജയം നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസത്താലാണ്. മരണത്തിന് മേലെ ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്താലാണ്.
The victory over death is through faith. നിത്യജീവൻ നമുക്ക് അതെങ്കിൽ വിശ്വാസം, നിത്യജീവന്റെ മേൽ വിശ്വാസത്താണ്. Eternal life is through faith. സോ ടോട്ടലി ഒരു ദൈവമായതിൽ എല്ലായിടത്തും വിജയം. And if in the life of a child of God's victory all over. നീ വെറുതെ നീ കരയണ്ട, നിനക്ക് എല്ലായിടത്തും വിജയ വിശ്വാസം നിന്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തു വന്നിരിക്കുന്നുണ്ട്, നീ എല്ലായിടത്തും വിജയിക്കും നീ. Every areas of your life, don't just cry. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ യേശു ക്രിസ്തു നിങ്ങളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. You're not a failure because Jesus is in your life. നിങ്ങൾ ഓർക്ക നിങ്ങൾ മരണം കൊണ്ടുപോകും, നോ, കൊണ്ടുപോകത്തില്ല. The death will take you. നിങ്ങൾ ഓർക്ക നിങ്ങളെ തകർത്ത് കളയും, നോ, തകർക്കപ്പെടത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വിശ്വാസത്താല് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക, ദൈവത്തെ പൂർണ്ണ ട്രസ്റ്റ് ചെയ്യുക, വചനം ട്രസ്റ്റ് ചെയ്യുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. You will see miracles if you trust the Lord and believe in His promises. ജസ്റ്റ് ബിലീവ് ചെയ്യുക. Just believe. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നത് എന്താണെന്നറിയാം, ഒരു വ്യക്തിയുടെ പ്രവൃത്തികളിലാണ് രക്ഷാകരമായ വിശ്വാസം വെളിപ്പെടുന്നത്. Your salvation is revealed through your words. യാക്കോബ് പറയുന്നത്, പ്രിയ സഹോദരന്മാരെ, വിശ്വാസമുണ്ടെന്ന് പറയുന്ന നിങ്ങൾ പ്രവൃത്തികളാൽ അത് കാണിക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? മനസ്സിലായോ? James is asking, what profit if you are not showing your words of faith? Words of faith, unless you say I have faith, but show it with the words. ഹല്ലേലൂയ. അപ്പൊ ആ തരത്തിലുള്ള ഒരു വിശ്വാസത്തിന് ആരെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ? Without faith, nobody can save you. അതുകൊണ്ടാണ് യാക്കോബ് 2:14 പറയുന്നത്, പ്രവൃത്തികളാൽ നാം രക്ഷിക്കപ്പെട്ടുവെന്ന് യാക്കോബ് പറയുന്നില്ല. James is saying you are not saved through faith. മറിച്ച് വിശ്വാസവും സൽപ്രവർത്തികളും ഒന്നിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും. But you need faith and the words of faith in your life. നമ്മുടെ ശരീരം ശ്വാസമില്ലാതെ മരിച്ചു പോയതുപോലെ സൽപ്രവൃത്തികൾ ഇല്ലാത്ത വിശ്വാസം ശവമാണെന്ന് യാക്കോബ് പറയുന്നത് 2:26. So he said you are dead and your dead body, your works without faith, without works is dead. അപ്പൊ നമ്മുടെ വിശ്വാസം അത് ജീവനുള്ളതെന്ന് അറിയുവാൻ എന്താണ്? നല്ല പ്രവൃത്തികളുടെ ആവശ്യമാണ്. So we need a real works of faith to show that I am living. ദൈവം ഉണ്ടെന്നും അവൻ പൂർണ്ണനാണെന്നും അവനെ ആശ്രയിക്കാമെന്നും നാം വിശ്വസിക്കുന്നതിൽ ദൈവത്തിന്റെ വിശ്വാസ സങ്കല്പങ്ങൾ ഉൾപ്പെടുന്നു, അല്ലെങ്കിൽ അതാണ് ദൈവം പറയുന്നത്. So there's a God and He is complete and we can trust Him. That's the stages of. അപ്പൊ നമ്മുടെ ജീവിതം യേശുവിലും അല്ലെങ്കിൽ പിതാവാം ദൈവത്തിലും പരിശുദ്ധാത്മാവിലും അവന്റെ വചനത്തിലും ഉള്ളതാക്കി നമ്മുടെ ഭൗതിക കണ്ണുകൾ നമ്മോട് എന്ത് പറഞ്ഞാലും അത് പറയുന്ന പോലെ ചെയ്യുന്നു. So we outer eyes we see, then we do whatever we are seeing, but our foundation of our faith is in the faith of others and the Holy Ghost and the Word of God and our eternity. നമ്മുടെ ജീവിതവും അവനിലും അവന്റെ വചനത്തിലും അടിസ്ഥാനമാക്കിയുള്ളതായി തീർക്കാമെങ്കിൽ നമ്മുടെ ഈ ഭൗതിക കണ്ണുകൾ കൊണ്ട് നമ്മൾ എന്ത് കൽപ്പിച്ചാലും അതുപോലെ സംഭവിക്കും. So is founded on the Father, Son, and Holy Ghost and the Word of God. Then whatever you see a command, hallelujah, happen. ഏറ്റവും പേടി നമ്മുടെ ജീവിതം അവനിലും അവന്റെ വചനത്തിലും നിൽക്കുന്നവൻ ഏറ്റവും പേടിയാണ്. The devil is tremble. Devil will tremble. Your life is established on the Word of God and the Father, Son, and Holy Ghost. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ നിങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മളെയൊക്കെ എന്താണ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്നത്? എന്താണ്? അവനും ജീവിക്കാതിരിക്കാൻ വേണ്ടി, അവന്റെ വചനത്തിൽ ജീവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. Enemy brings the distraction, so we will not live in the Word of God. യേശു പറഞ്ഞെന്താ? ഞാൻ നിങ്ങളിൽ വസിച്ചാൽ, നിങ്ങൾ ഇച്ഛിച്ചാൽ, ചിന്തിച്ചാൽ അവിടെ അത്ഭുതം നടക്കും. And if you abide in me, my words abide in you, whatever you ask or thought, it is good. ആ ഒരു ഇതിലോട്ട് നമ്മൾ എത്തണം. ഈസിയല്ല, അതിലോട്ട് നമ്മൾ എത്തണം. വചനത്തിലും യേശുവിലും, നമ്മൾ യേശുവിലും യേശു നമ്മളിലും, ആ വചനത്തിൽ നമ്മൾ എത്തണമെപ്പോഴാണ് മിറക്കിൾസ് നടന്നുകൊണ്ടിരിക്കുന്നത്. So we have to come to that level that Jesus in me, I am in Jesus, as the Word of God abide in me. Then when you think anything, it will happen. അതുകൊണ്ടാണ് പഴയ കാലത്ത് ക്രിസ്ത്യാനികളെ ചെറു ക്രിസ്തുക്കൾ എന്ന് വിളിച്ചത്. ചെറു ക്രിസ്തുക്കൾ, നിങ്ങൾ ചെറു ക്രിസ്തുക്കളാന്ന് പറയുന്നത്. Testament they call Christians that you are small, you are little
Christ. നമ്മൾ എന്തുകൊണ്ടാണ് ലോകത്തെ ജയിക്കുന്നത്? വിശ്വാസത്തിലൂടെയാണ്. We overcoming the world through faith. അതായത് അവന്റെ ജീവിതം അവനിലും അവന്റെ വചനത്തിന്റെ അടിസ്ഥാനമാക്കിയുള്ളതായി നമ്മൾ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവനിലാക്കി മാറ്റുമ്പോൾ നമ്മൾ ലോകത്തെ ജയിക്കുന്നു. We have to live in Christ and we have to live in the Word of God. നമ്മുടെ ഭൗതിക കണ്ണുകളിൽ അവന്റെ കണ്ണുകളായി മാറുമ്പോൾ നമ്മൾ വിശ്വാസത്താൽ ഈ ലോകത്തെ ജയിക്കുന്നു. His eyes, then we overcome the world. അവന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളായി തീരുമ്പോൾ നമ്മൾ വിശ്വാസത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിക്കുന്നു. And his thoughts are my thoughts, I'll overcome the world. നമ്മുടെ ബോഡി യേശുവിന്റെ ബോഡിയായി തീരുമ്പോൾ നമ്മൾ ഈ ലോകത്തെ ജയിക്കുന്നു. And my body is the temple of Holy Spirit, I overcome this world. നമ്മളെല്ലാം നമ്മുടെ ദേഹം, ദേഹി, ആത്മാവെല്ലാം യേശു ക്രിസ്തുവിലായി തീരണം. അപ്പൊ നമ്മൾ ഈ ലോകത്തെ ജയിക്കും. Our body, soul and spirit should be in Christ, then we can overcome the world. ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ ചിന്തിച്ച അത്ഭുതങ്ങൾ നടക്കുന്നത്. That's where when you think about an issue, you see miracle. Praise God. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും അവിടെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും. You're going to see miracle, whatever you're thinking. നിങ്ങൾ ആർക്കെങ്കിലും പ്രാർത്ഥിച്ചാൽ അന്നേരം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും. If you're praying for somebody, you see miracle. ഞാൻ എന്തിനാണ് ഈ ആൾക്കാരോട് 7 ദിവസം ഉപവസിക്കണം, 3 ദിവസം ഉപവസിക്കാൻ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ വേൾഡിലോട്ട് നിന്ന് മാറി ദൈവത്തോട്ട് വരാൻ വേണ്ടിയാണ്. Why you think I am telling people to fast for 7 days, 3 days, but that's so you can change your life from the world? നിങ്ങളുടെ ജഡത്തെ ഒന്ന് രാഗമോഹങ്ങളിൽ ക്രൂശിക്കപ്പെടാൻ വേണ്ടിയാണ്. You have to crucify the passions, crucify your flesh with its passions. നിങ്ങൾ വേൾഡിൽ നിന്ന് ഓടി മാറെങ്കിൽ, നിങ്ങൾ ലോകത്തിൽ നിന്ന് ഓടി മാറിയെങ്കിൽ മാത്രമേ ദൈവത്തിൽ വസിക്കാൻ പറ്റത്തുള്ളൂ. You have to stay away from the world, then only you can dwell in Christ. നിങ്ങൾ 24 hours മാളി കറങ്ങുന്ന ആളാണെങ്കിൽ ദൈവത്തിൽ വസിക്കാൻ പറ്റത്തില്ല. If you are 24/7, you are in the mall, you cannot dwell in. നിങ്ങൾ 24 hours നിങ്ങൾ ടൂർ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് ദൈവത്തിൽ വസിക്കാൻ പറ്റത്തില്ല. If you are on sightseeing and tour for 24 hours, you cannot dwell in. നിങ്ങൾ എപ്പോഴും ടിവിയുടെ മുന്നിൽ, വാർത്തയുടെ മുന്നിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ദൈവത്തിൽ നിങ്ങൾ വസിക്കാൻ പറ്റത്തില്ല. You cannot dwell in Christ if you are spending time in the news. നിങ്ങൾ എപ്പോഴും ചാറ്റിങ്ങിന്റെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് സമയം വ്യർത്ഥമാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. You're wasting your time chatting and talking to other people, you cannot dwell in Christ. So that's why ഇപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്പെൻഡ് ടൈം വിത്ത് കർത്താവുമായിട്ട് സ്പെൻഡ് ചെയ്യുക. You must spend time with the Lord. അതിനാണ് ഈ മുഖാന്തരം നമ്മൾ ഒരുക്കി 1-2 മണിക്കൂർ ദിവസം ഇരിക്കാൻ പറ്റും. Then you can spend time 2 to 3 hours with Lord. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ചർച്ചിലൊക്കെ നിങ്ങളൊന്ന് കണ്ണോടിച്ചറിയാം, ചർച്ചിൽ ഇരിക്കുന്നവർ പോലും മൊബൈൽ ഇങ്ങനെ അവരുടെ ഫിംഗർ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. മൊബൈല് People who are sitting at the church, their fingers are on the mobile. അവരുടെ മൊബൈൽ ഇങ്ങനെ അവർ വാട്സപ്പും അവരുടെ മെസ്സേജുകളും അവരുടെ ടെസ്റ്റ് അവരെന്തെങ്ങനെ അവര് ചർച്ചിലാണ് ഇരിക്കുന്നത്, സ്റ്റിൽ അവരുടെ മൈൻഡും തോട്ട്സും എല്ലാം മൊബൈലില്ല. Thoughts are mobile and they are searching through WhatsApp and testing and chatting in it. നിങ്ങളെ ഭവനത്തിൽ നോക്കിയേ, നിങ്ങളുടെ ഭവനത്തിനകത്ത് എല്ലാം മൊബൈൽ കൈ പിടിച്ച് നടക്കുന്ന ആൾക്കാർ. In house, people are walking with mobile in their hands. നിങ്ങൾ കാർ ഓടിക്കുന്ന നിങ്ങൾ ചുറ്റുപാട് നോക്കി, അവരെല്ലാം മൊബൈലില്ല കാർ ഓടിക്കുന്നത്. People who are driving, they are in the mobile. ഹല്ലേലൂയ. അവിടെ നമുക്ക് ദൈവമായിട്ട് വസിക്കാൻ പറ്റത്തില്ല. Then you cannot dwell in Christ. സോ ഇതെല്ലാം മാറ്റി വെച്ച് കുറച്ചു നേരം ദിവസം ഇരിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് വസിക്കാൻ പറ്റത്തുള്ളൂ. You have to keep away your phones and mobile, then dwell in Christ. നിങ്ങൾ വചനം ധ്യാനിക്കുവാൻ വേണ്ടി സമയം ഏൽപ്പിച്ചു കൊടുക്കണം, അപ്പോഴേ നിങ്ങൾക്ക് വസിക്കാൻ പറ്റത്തുള്ളൂ. Surrender your life to meditate the word of God. നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് ഇന്റിമസിയിൽ വരണമെങ്കിലേ ആ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ. Come in intimacy with the Holy Spirit to increase the faith. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അടുത്ത കുറച്ച് അരമണിക്കൂർ 45 മിനിറ്റ് നമ്മൾ എന്റെ ഭാഷയിൽ പറയാൻ പോവാണ്. 45 മിനിറ്റ്സ് നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കണം. അപ്പൊ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തോടുള്ള വിശ്വാസം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കണം. വിശ്വാസം എന്ന ഗിഫ്റ്റ്, ആ ദാനം കർത്താവ് നമ്മളിൽ കൂടുതലായിട്ട് തരാൻ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാം വിശ്വാസം ഒരുപാട് റിലംസ് ഉണ്ട്, അത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വാസത്തെ കുറിച്ച് ബിബ്ലിക്കൽ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷെ ഇതിന്റെ ആഴങ്ങളുണ്ട് വിശ്വാസം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അല്പസമയം ദിവസം സറണ്ടർ കൊടുത്താലും ചില പ്രവർത്തി 2 കൊരിന്ത്യർ 5:7 പൗലോസ് പറഞ്ഞതാണ്,
The Apostle Paul said, we walk by faith and not sight. We walk by faith, not by sight. That's in 2 Corinthians 5:7. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്, we walk by faith and not sight. അവിടെ നമ്മൾ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയണം, faith does not put trust in bank, account balance, headlines, news, or the doctor's report. മനസ്സിലായോ? We don't look at the troubles we can see now either. We fix our to Jesus. To Jesus. Jesus. Stock market or the doctor's report. Shalabahasti. Shalabahasti. എല്ലാവരും പ്രാർത്ഥിച്ചാൽ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ Shalabarasi. Shakabarasi. In the name of Jesus. The name of Jesus. In the name of Jesus. Divana Basha. Faith വർദ്ധിക്കാൻ പ്രാർത്ഥിച്ചാൽ എല്ലാവരും ഫെയ്ത്തിനോട് പ്രാർത്ഥിച്ചാൽ in the my name. Holy, 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 by faith, by faith, by faith, by faith. God, we need more faith. We need more trust in you. We look to Jesus. Father, I love you, Father. I trust in you, Father. എല്ലാവരും യേശുവേ അങ്ങേ ട്രസ്റ്റ് ചെയ്യാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ട്രസ്റ്റ് ചെയ്യുന്നു. വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്ന കർത്താവേ, വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്ന കർത്താവേ, ദൂരാബാനാസി, വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്ന കർത്താവേ. ആഹാ, ഒരു അഭിഷേകം വെളിപ്പെടുന്നു, ഫെയ്ത്തിന്റെ അഭിഷേകം വെളിപ്പെടുന്നു. ഫെയ്ത്ത് ബൈ ഫെയ്ത്ത്, ഫെയ്ത്തിന്റെ അഭിഷേകം നിങ്ങൾക്ക് വെളിപ്പെടുന്നു. ഫെയ്ത്തിന്റെ അഭിഷേകം വെളിപ്പെടുന്നു. യെസ്, ഫെയ്ത്തിന്റെ അഭിഷേകം വെളിപ്പെടുന്നു. ഫെയ്ത്തിന്റെ അഭിഷേകം വെളിപ്പെടുന്നു. ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്, by faith, by faith. Hallelujah. Hallelujah. Rabba hashala barasi. Urike manasi. Urakhamana shandal kamana hasteri. In the name of Jesus. Muri bahasti. Sharara shandara barasi. Ikima babaraka balarasi. Udalara shangarara varasi. Holy, 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 holy. Are you Lord God Jesus? Lord Jesus, by faith. Oh, the Lord, let me bless. Oh, by faith, by faith. Oh, Jesus, Jesus, oh, Jesus, what a wonder you are, Sharabahasi, Adara, Sakeni, Sagara, Shangara, Divara, Sakarara, Sharara. By faith, we receive by faith. The hellish and the angels bow, the redeemed worship you now. Holy, 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 hallelujah. Holy, 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 hallelujah. Holy, 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 hallelujah. Angels and angels bow, redeemed, we worship you now. Holy, holy, holy. Faith yavarige, faith yavarige, faith odiyada, faith odiyada. Shabarabara, Shambabara hasti, Shakara kabarasi, Udabala shadaragasti. Yes, faith, by faith, by faith, by faith. Hallelujah. By faith. അത്ഭുതം നടക്കട്ടെ, ഫെയ്ത്തിൽ അത്ഭുതം നടക്കട്ടെ. ഫെയ്ത്ത് ha ha ha. By faith, by faith, by faith. യേശുവിന്റെ നാമത്തിൽ by faith, by faith, by faith എന്ന് വർദ്ധിച്ചിട്ട് കർത്താവേ, വിശ്വാസത്തിന്റെ ആഴങ്ങൾ വർദ്ധിക്കട്ടെ, വിശ്വാസത്തിന്റെ ആഴങ്ങൾ വർദ്ധിക്കട്ടെ. The name of Jesus. വിശ്വാസത്തിന്റെ ആഴങ്ങൾ ഒഴുകട്ടെ. ആ വിഷയത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ വിഷയത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ വിഷയത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുവേണ്ടിയായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓ രാശി, ശകരാശി, ശബബ,
വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പം കാണാത്ത കാര്യം നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് സദൃശ്യമായതല്ല. കാരണം എന്ന് വരുമാൻ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിയമിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അത് വിശ്വാസത്താൽ നാം അറിയുന്നു. വിശ്വാസത്താൽ ഹാബീലിന്റെ ദൈവത്തിന് കായേലിന്റെ ദൈവമായ ലഭിച്ചു. അതിനാൽ അവന്റെ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാട് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവൻ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളിപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. വിശ്വാസത്താൽ നീതിക്ക് അവകാശിയെ തീർന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി വിളിക്കപ്പെട്ടാരനുസരിച്ച് അവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ടിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്ര ഉൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃദുപ്രായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെയും കൽപ്പുറത്തെ എണ്ണം കൂടാത്ത മണൽ പോലെ സന്തതികൾ ജനിച്ചു. ഇവരെല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുന്നത് കണ്ട് അഭിനന്ദിച്ചു. എന്നാൽ കർത്താവ് പുതിയ ദൈവത്തിലെ ഞങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ഞങ്ങള് ഇതെല്ലാം വിശ്വാസത്തെ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നതിനായ സ്തോത്രം, നിത്യത ലഭിച്ചിരിക്കുന്നതിനായ സ്തോത്രം. വിശ്വാസത്തെ ഞങ്ങൾ ഭൂമിയിൽ കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനാൽ നന്ദി പറയുന്നു. വിശ്വാസത്താൽ വൻകാര്യങ്ങൾ ഈ ഭൂമി ചെയ്യാൻ പോകുന്നതിനായ സ്തോത്രം. ഹോളി സ്പിരിറ്റ് യൂസസ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ആഴങ്ങൾ, വിശ്വാസത്തിന്റെ ആഴങ്ങൾ, കൃപയുടെ ആഴങ്ങൾ, ദൈവകൃപയുടെ ആഴങ്ങൾ, ദൈവശക്തിയുടെ ആഴങ്ങൾ. You are holy, you are holy, holy you are Lord is Almighty, holy you are Lord God Almighty, you are God Almighty. Sharabahastiribaha sararara sharararasi Higarabahastimara shaganimanastini. Oh Jesus, sararara shandara Adagana Sharabahastimara labana sagana. Holy Lord God Almighty, we surrender you, we give you glory, honor, praise, 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 praise. Hallelujah, hallelujah. La barakana basharara, sharara sharara shagabarasi, uraragal kana. Yes, Rabishemer. വിശ്വാസത്തിന്റെ അഭിഷേകം വരുന്നത്, വിശ്വാസത്തിന്റെ ശക്തി വ്യാപനം. യെസ്, നിങ്ങൾ വിശ്വാസത്താൽ മൗണ്ടൻസ് മാറിപ്പോട്ടെ, വിശ്വാസത്താൽ തടസ്സങ്ങൾ മാറിപ്പോട്ടെ, വിശ്വാസത്താൽ ഹീലിംഗ്സ് നടക്കട്ടെ, വിശ്വാസത്താൽ അത്ഭുതം നടക്കട്ടെ, വിശ്വാസത്താൽ ബാങ്ക് ബാലൻസുകൾ നിറയട്ടെ, വിശ്വാസത്താൽ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, വിശ്വാസത്താൽ എല്ലാ പ്രൊഫഷണൽസ് ലഭിക്കട്ടെ. വിശ്വാസത്താൽ ഞങ്ങൾ വെട്ടിപ്പിടിക്കുകയാണ്, വിശ്വാസത്താൽ ആത്മാക്കൾ വെട്ടിപ്പിടിക്കുകയാണ്, വിശ്വാസത്താൽ ഞങ്ങൾ ടെക്സസിനെ വെട്ടിപ്പിടിക്കുകയാണ്, വിശ്വാസത്താൽ അമേരിക്ക വെട്ടിപ്പിടിക്കുകയാണ്, വിശ്വാസത്താൽ ഇന്ത്യ വെട്ടിപ്പിടിക്കുകയാണ്, വിശ്വാസത്താൽ ആഫ്രിക്ക വെട്ടിപ്പിടിക്കുകയാണ്, വിശ്വാസത്താൽ ചൈന വെട്ടിപ്പിടിക്കുകയാണ്, വിശ്വാസത്താൽ മിഡിൽ ഈസ്റ്റ് വെട്ടിപ്പിടിക്കുകയാണ്. യെസ്, എല്ലാം വിശ്വാസത്തെ ചെയ്താലും വിശ്വാസത്താൽ ഞങ്ങൾ ചെയ്യണം. വിശ്വാസത്തെ ഞങ്ങൾ ചെയ്യുന്ന കർത്താവേ, വിശ്വാസത്താൽ ഞങ്ങൾ നിത്യത വെട്ടിപ്പിടിക്കുകയാണ്. ശുഭനഹസ്തന വിശ്വാസത്തെ ഞങ്ങൾ രോഗങ്ങൾ മാറുകയാണ്, വിശ്വാസത്തെ പ്രത്യാശ വർദ്ധിക്കുകയാണ്, വിശ്വാസത്തെ സ്നേഹം വർദ്ധിക്കുകയാണ്, വിശ്വാസത്തെ ശുദ്ധീകരണം ലഭിക്കുകയാണ്, വിശ്വാസത്തെ ഞങ്ങൾ നീതീകരിക്കപ്പെടുകയാണ്, വിശ്വാസത്തെ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയാണ്, വിശ്വാസത്തെ ഞങ്ങൾ ഹീലിംഗ്സ് നടക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ വചനത്താൽ ഞങ്ങൾ ഹീലിംഗ്സ് നടക്കുകയാണ്, യേശുവിന്റെ വചനത്താൽ പ്രത്യാശ വർദ്ധിക്കുകയാണ്, യേശുവിന്റെ വചനത്താൽ ഞങ്ങൾ ദൈവകൃപ വ്യാപരിക്കുകയാണ്, ദൈവശക്തി വ്യാപരിക്കുകയാണ്. യെസ്, വിശ്വാസത്താൽ അത്ഭുതങ്ങൾ നടക്കട്ടെ.
Miracles in the name of Jesus. All demons come out. Go. Satan, go away. മാറി നിൽക്കണം പിശാച്, വഴിയിൽ നിന്ന് മാറി നിൽക്കണം പിശാച്. യേശുവിന്റെ നാമത്തിൽ വഴിയിൽ നിന്ന് മാറി നിൽക്കേ. ജഗരഗദര. Holy are you, Lord, you're holy are you, Lord. Holy are the Lord, you're holy are the Lord. Holy are the Lord, 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 holy are the Lord. Shabana Padana. Shamana Banaha Sharavana Shararabana Sharara. Shambhabana Sharara Sharara Shambhabara. Udabara Sharara Sharara Shambhabara Sharara. Patagaderagat Chadal Kanagadaragadel Kima Ragadal Kani Banasaganasi. Ambabanaga Sharagaraga Sindaraja Shalabana Charagadastikani Gadana. എല്ലാവരും മ്യൂട്ട് ഓപ്പൺ ചെയ്ത് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന വിശ്വാസത്തായി We worship you, Jesus. We worship you, Jesus. Hallelujah. Hallelujah. എല്ലാവരും പ്രാർത്ഥിച്ചാൽ അന്യഭാഷ പറഞ്ഞാലും ആരും അടങ്ങിയിരിക്കാതെ എല്ലാവരും അന്യഭാഷ ദൈവത്തോട് പ്രാർത്ഥിക്കാനും എല്ലാവരും അന്യഭാഷ ദൈവത്തോട് സംസാരിച്ചാൽ സംസാരിച്ചാൽ Oh, Rababa, Udavarabaraganashana. Oh, Jesus, Jesus. Taragana. Hanabalagana. Udavarabaraganashana. Holy Varagachana, the Spirit. Hallelujah. 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 You say the glory on a praise. We worship you, Lord. We worship you, Lord. Hallelujah, hallelujah, hallelujah. പ്രത്യാശ വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ, ദൈവം പ്രവർത്തിക്കട്ടെ, പ്രവൃത്തി വർദ്ധിക്കട്ടെ, വിശ്വാസത്തോടുള്ള പ്രവൃത്തി വർദ്ധിക്കട്ടെ. വിമനഗസ്തിനി Holy God, Holy God, Holy God, Holy God, you're holy, holy, holy. We worship you, Lord. We worship you, Lord. We worship you, Lord. We praise you, Lord. Hallelujah. You deserve the glory.
We deserve the honor. We praise you, Jesus. We worship you, Jesus. I give you glory, honor, praise. Holy Spirit, thank you, surrender, yield you. I yield you, Holy Spirit. I surrender, Holy Spirit. Oh, hallelujah. Hallelujah. Jesus, Jesus, Jesus. Jesus, Jesus. Fill me, Holy Spirit. Overflow. We give you glory. We give you honor. We give you praise, praise, praise. Your name is. Thank you for your presence, God. 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 Hallelujah. Thank you for your presence. Thank you, Jesus. I am waiting for you. Oh, we are waiting up so long. Be heal your people. Be deliver your people. Be deliver us, Jesus. Oh, hallelujah. I wonder you. You are mighty God. Thank you for your presence. Thank you for your presence, God. 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 Thank you very much, your presence. Hallelujah. Thank you, Jesus. Thank you, Holy Spirit. We worship you, Jesus. You will glory honor praise. We surrender you, holy, holy, holy. Holy, holy. Holy, holy. Holy, holy. Holy, holy. Holy, 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 Jesus, Jesus. Jesus, holy, holy, God. Hallelujah. Thank you for your presence. We worship you, Jesus. Thanks your presence, Jesus. We worship you, Jesus.
Thank you, Jesus. We worship you, His presence. ശക്തമായ ദൈവത്തിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. ശക്തമായ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്. ഹല്ലേലൂയ. ശക്തമായ ദൈവത്തിന്റെ പ്രസൻസ് ഒഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എല്ലാവരും സറണ്ടർ കൊടുത്താലും ഈ പ്രസ് കേൾപ്പിച്ച വചനത്തിന് മുന്നിൽ സറണ്ടർ കൊടുത്താലും ഹല്ലേലൂയ. കേൾപ്പിച്ച വചനങ്ങളുടെ മുന്നിൽ എല്ലാം സറണ്ടർ കൊടുത്താലും Thank you, Holy Spirit. We worship you. We worship you. Worship you. We give you glory, honor, praise. We give you glory, honor, praise. നന്ദി നന്ദി കർത്താവേ, നന്ദി. Touch your presence. I touch your presence, God. Oh, super. Oh. God, your presence. Thank you, Lord. Thank you, presence. Thank you, I yield you, Holy Spirit. I yield you, worship you. Thank you, presence. Hallelujah. Oh, Baba. Amen. Oh, Lord. Thank you, Lord. We surrender you, Holy Spirit. We give you glory, honor, praise. Worship you, Lord. You're holy, holy, holy. Thank you for your touch. Thank you for your presence. Thank you for your presence. Hallelujah. Thank you for your fire, Holy Spirit. Fire. Hallelujah. Fill us. Overflow me. Power on us. Faith on us. Hallelujah. Hallelujah. നല്ല ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കും, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ദൈവ സാന്നിധ്യം? ശക്തമായ പരിശുദ്ധാത്മ തൊട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ സ്പിരിറ്റുമാണെന്ന പരിശുദ്ധാത്മ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പിരിറ്റിന്റെ അകത്തോടെ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറമേ കൂടുന്നതിനേക്കാൾ അധികമായിട്ട് സ്പിരിറ്റിന്റെ അകത്തോട്ട് വ്യാപരിക്കുന്നവരെ കാണുന്നു. പുറമേ ഉണ്ട്, എന്നാലും നമ്മുടെ ബോഡിയെ ടച്ച് ചെയ്യുന്നുണ്ട്, എന്നാലും അതിന്റെ സ്പിരിറ്റിൽ നമ്മൾ തൊട്ടുകൊണ്ടിരിക്കുക. സ്പിരിറ്റ് ഇങ്ങനെ കത്തുന്നതായിട്ട് കാണും. നമ്മുടെ സ്പിരിറ്റ് നമ്മുടെ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കുക. സ്പിരിറ്റിൽ ഫെയ്ത്ത് വർദ്ധിപ്പിക്കൊണ്ടിരിക്കുക. കർത്താവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഫെയ്ത്തിൽ ദൈവത്തിന്റെ സീഡുകൾ സ്പിരിറ്റിൽ കർത്താവ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ.
നമ്മൾ സംഭവിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ ബലപ്പെട്ടെങ്കിൽ മാത്രമേ വെളിയിലോട്ട് വരത്തുള്ളൂ. പുറമേ അല്ല നമുക്ക് ബലപ്പെടണം. ഉള്ളിൽ ബലപ്പെടുമ്പോഴാണ് പുറത്ത് റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ബലമുണ്ടാതെ വെളിയിൽ വെളിപ്പെട്ട് വരും. അത് നമ്മുടെ മൗത്തിലൂടെ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. അത് നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ തോട്ട്സിലൊക്കെ വെളിപ്പെട്ട് വരും. നമ്മുടെ ഫെയ്ത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ക്ഷീണിക്കുന്നോ നമ്മുടെ വായിലൂടെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കും. ഉള്ളിൽ എത്രമാത്രം ബലമുണ്ടോ നിങ്ങളത് വായിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. പലരെയും അവിശ്വാസ വാക്കുകൾ പറയുന്നവരുടെ ഉള്ളിൽ വചനമില്ലാത്തതുകൊണ്ട്, അവർക്ക് ഉള്ളിൽ ദൈവം ഇല്ലാത്തതുകൊണ്ട്, ദൈവമായിട്ട് ടച്ച് ഇല്ലാത്തതുകൊണ്ട്. അത് ആഴങ്ങളെ ദൈവത്തിന്റെ ടച്ചും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആ ഇന്റിമസിയൊക്കെ ഉള്ളവർക്ക് ഒരിക്കലും അവിശ്വാസ വാക്കുകൾ പറയാൻ പറ്റത്തില്ല. കാരണം ദൈവം വരെ വിടിയിക്കുന്നവർക്കറിയാം, ദൈവം വരെ സൗഖ്യമാക്കുന്നവർക്കറിയാം. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് അവർക്കറിയാം. പിതാവുമായിട്ട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. പിതാവുമായിട്ട് സംസാരിക്കുന്നു. മോശയുടെ കൂടാരത്തിൽ ഇറങ്ങി വന്നതുപോലെ ഒരു ദൈവ തേജസ് നിങ്ങൾ വന്നിരിക്കുക. ഹല്ലേലൂയ. ഒരു ദൈവ തേജസ് വന്നിരിക്കുക. എഴുന്നേറ്റ് പ്രകാശിക്കുക എല്ലാവരും. തേജസ്സിന് വലിയ തേജസ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുക. ദൈവത്തിന്റെ വലിയ തേജസ് എന്നെ കർത്താവ് കാണിക്കൊണ്ട് മേഘം നിറഞ്ഞിരിക്കും. മേഘം, ആകാശമണ്ഡലങ്ങളൊക്കെ മേഘം നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ദൈവത്തിന്റെ പിതാവാം ദൈവത്തിന്റെ സ്നേഹം വന്നിരിക്കുക. ദൈവത്തിന്റെ ആ കൃപ, ദൈവത്തിന്റെ തേജസ് വന്നു വെക്കുക. ഒരു വലിയ മഴ ഇപ്പോൾ കടത്ത് പെയ്യും. ഒരു വലിയ മഴ ഇപ്പം നിങ്ങൾ മേൽ പെയ്യുക. ഒരു വലിയ മഴ പെയ്യാൻ പോകും. കാർമേഘം ഒടിഞ്ഞു അതിങ്ങനെ നിൽക്കുക. കാർമേഘം വന്ന് കൂടി നിൽക്കുക. ഇപ്പോൾ ഒരു മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു. എല്ലാവരും മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഒരു മഴ പെയ്യും. യേശുവിന്റെ നാമത്തിൽ മഴ പെയ്യട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയത്തിലെല്ലാം മഴ പെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എത്ര പേർക്ക് അവിടെ ഇരിക്കുന്ന ഫീൽ ചെയ്യുന്നുണ്ട്? എത്ര പേർക്ക് ദൈവസ്നേഹം, ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്? എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താൽ, സമർപ്പിച്ചു കൊടുത്താൽ, സറണ്ടർ കൊടുത്താൽ ദൈവപ്രവചനം വെളിപ്പെടാൻ പോകും. യെസ്. Thank you, Holy Spirit. Thank you, Jesus. In Jesus' mighty name. Okay. പാസ്റ്റർ സമയം എടുത്താലും പാസ്റ്റർ, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പ് പാസ്റ്റർ, മാത്യൂസ് പാസ്റ്റർ സമയം എടുത്താൽ. അതെ. മാത്യൂസ് പാസ്റ്റർ ഉറബാനാസ്ലൻ. ഒരു മിനിസ്റ്റർ ആകാൻ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനാവാൻ, അല്ലെങ്കിൽ ഒരു ദൈവദാസനാവാൻ, അല്ലെങ്കിൽ ഒരു ദൈവപ്രവർത്തിയിൽ ഏർപ്പെട്ട് അതിൽ നമ്മൾ വ്യാപരിക്കാനായിട്ട് കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. അതിന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സന്നിധാനവും നമ്മുടെ ഉള്ളിലോട്ട് ദൈവം പകരുകയാണ്. To be a minister, God is desiring for such people, and God is pouring out His Spirit in our hearts. ദൈവം ദൈവപ്രവർത്തികൾക്കായിട്ട് ദൈവമക്കളെ ഒരുക്കുന്നു. നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രദർശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അത് വ്യാപരിക്കുകയാണ്. The works of Holy Spirit inside your inner man, and He is spreading the work of Holy Spirit inside your inner man. നമ്മുടെ ഉള്ളിലൊരു, നമ്മൾ മഷ്റൂം എന്ന് പറയും, കുമ്പളെന്ന് പറയുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മൾ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. ദൈവസന്നിധാനത്തിൽ നിന്നുകൊണ്ട്, ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവസാന്നിധ്യം നമ്മളിൽ വ്യാപരിക്കുകയാണ് അകത്തെ മനുഷ്യർ. Because you're standing in the presence of God, the presence of God is spreading inside your inner man like a mushroom. കർത്താവ് പറയുന്നത് നമ്മള് വചനം എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ വചനം എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മള് വചനം കേട്ട്, വചനം ശ്രമിച്ച്, വചനം ഏറ്റു പറയുമ്പോൾ വചനം നമുക്ക് വിശ്വാസം തരും. The word will transform to faith. Once you hear it, want to meditate on it, then the word will become faith. നമ്മള് യോശുവയോട് പറഞ്ഞതുപോലെ, യോശുവയിൽ 1 പറയുന്നു, നീ രാപ്പകൽ ഈ വചനം നീ നിർത്താതെ വാഗൊണ്ട് ഏറ്റു പറഞ്ഞ് അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും. അപ്പം വചനം ഇങ്ങനെ നമ്മളത് ഉരുവിടുകയും ചെയ്യണം, അത് കേട്ടുകൊണ്ടേയിരിക്കണം. And in the book of Joshua, God spoke to Joshua, you have to, day and night, you have to hear the word of God, you have to meditate the word of God. When you speak the word of God, once you do that, the word will work inside you. ഈ വചനത്തിൽ കൂടാണ് കർത്താവ് വിശ്വാസം നമ്മളോട് പകരുന്നത്. Faith comes by hearing, and hearing the word of God.
ഇപ്പൊ നമ്മൾ ഈ വചനം കേൾക്കാതെ ദൈവസന്നിധിയിൽ ഇരിക്കല്ലേ, വചനം കേട്ട് ആ വചനം നമ്മൾ ഏറ്റെടുക്കണം, ആ വചനം നമ്മൾ അനുദിനം ഏറ്റു പറയണം. ആ വചനം യേശു കർത്താവ് എന്ന വചനം ജഡമായതുപോലെ ദൈവം എന്ന വചനം നമ്മളിൽ ഉള്ളെടുക്കണം, നമ്മളിൽ ഉള്ളെടുക്കണം. നമ്മളിൽ അത് ജഡമായ നമ്മുടെ ജഡത്തിൽ അത് പ്രവർത്തിക്കണം. That Jesus is the word became flesh, so same way we have to listen and the word of God, daily meditate and confess the word of God, then the word will become flesh in our life and we will have faith in the word. വചനം സങ്കീർത്തനങ്ങളെ പറയുന്ന യുവർ വേർഡ് ഓ ലോർഡ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഹെവൻസ് എന്ന് പറയുന്നത്. നിന്റെ വചനമോ സ്വർഗത്തിൽ അത് സ്ഥിരപ്പെട്ടിരിക്കുന്ന പറയുന്നത്. So that's settled. The word settled in heavens as well. ആ വചന സ്വർഗത്തിലും ദൈവത്തിലും ഉറച്ചിരിക്കണം. പക്ഷെ ആ വചനം നമ്മളിൽ ഉറപ്പിക്കണം. The word of God is settled in heaven, set in God, but we have to settle that word, establish that word inside our heart. നമ്മൾ ഈ വചനം ഈ കാഴ്ച വസ്തുവായിട്ട് കാണില്ല. Word is not a public show. അല്ലെങ്കിൽ വചനം നമ്മുടെ ബൈബിളിൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മൾ ആ ബൈബിൾ അടച്ചു വെക്കല്ലേ. Don't close your Bible, but because the word in the book is powerless, but once you speak it, it becomes powerful. ആ വചനം തുറന്ന് നമ്മളെ കണ്ണുകൊണ്ട് ആ വചനം കാണണം, ചെവി കൊണ്ട് നമ്മൾ ആ വചനം കേൾക്കണം, വാഗുകൊണ്ട് ആ വചനം ഏറ്റെടുക്കണം, ഹൃദയം കൊണ്ട് ആ വചനം വിശ്വസിക്കണം. You have to see it with your eyes, you have to hear it with your ears, you have to believe it in your heart, then you receive it in your inner man, then the word becomes flesh. ആ വചനമാണ് നിങ്ങളെ വിശ്വാസ വീരന്മാരാക്കുന്നത്. Word will make you like a mighty man of faith. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിൽ നമ്മൾ കൂടുതൽ നേരം ഇരിക്കണമെന്ന്. God says you have to spend a lot of time in the presence of the Lord. ആ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കും. The Holy Spirit will spread inside your inner man. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് ശക്തി പ്രാപിക്കുന്നു. Holy Spirit come upon you, you shall receive power. അപ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നത്. Your inner man is getting stronger and stronger. നമ്മൾ ജഡീക മനുഷ്യൻ നോക്കണ്ട. Don't look at the fleshly nature. ഈ കൊരിന്ത്യർ സഭയ്ക്ക് 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ഔട്ടർ മാൻ പെരിഷസ്. The 2 Corinthians 4 says your outer man perish, which inner man renew your strength day by day. പുറമേ മനുഷ്യൻ നശിക്കുകയായിരിക്കും, പക്ഷെ അകത്തെ മനുഷ്യൻ ശക്തി വ്യാപരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ കാണുന്ന പുറത്തെ മനുഷ്യനെ എപ്പോഴും നോക്കിക്കൊണ്ട് നടക്കല്ല, കാണാത്തതിനെ നമ്മൾ നോക്കണം. You look at the invisible things as inner man and don't just focus on the outer man all the time. Look at the inner man and then the inner man getting stronger and stronger. ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണ്. The visible things are temporal. ഈ കാണാത്ത കാര്യങ്ങൾ നിത്യമാണ്. The invisible things are eternal. ഈ കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവവും ദൈവവചനവും പരിശുദ്ധാത്മാവും യേശുവും. The invisible things are word, are God, word, mind, heaven, and Holy Spirit. So all those are invisible things. നമ്മൾ മോശയെ പോലെ കാണാത്ത ക്രിസ്തുവിലോട്ട് നമ്മൾ കണ്ണു വെക്കണം. But Moses never seen Jesus. The same way we to focus on Jesus who is invisible. നമ്മള് കാണാത്ത പിതാവിലോട്ട് നമ്മൾ പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. We focus on the Father who is invisible. നമ്മുടെ ഉള്ളിൽ അദൃശ്യനായി വസിക്കുന്ന പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ടേയിരിക്കണം. To reestablish, restore the relationship with the Holy Ghost who is invisible, who is dwells in our heart. കർത്താവ് വിശ്വാസത്തിന്റെ വചനവും വിശ്വാസത്തിന്റെ വചനവർദ്ധനയും നടത്തിക്കൊണ്ടിരിക്കുന്നു. You have to increase the faith and increase the word of God. Then your faith will increase. വിശ്വാസത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കണം. It will be strong in the faith, the Lord. താങ്ക് യു. അതുപോലെ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ വലുതാക്കിക്കൊണ്ടിരിക്കില്ല. Don't magnify your problems. പൗലോസ് പറയുന്നത് നമ്മൾ ആരും വായിക്കാറില്ല. Paul says it, but nobody reads it. പറയുന്നത് നമ്മള് ഇംഗ്ലീഷിൽ പറയുന്ന ലൈറ്റ് അഫ്ലിക്ഷൻ
വിച്ച് ഇസ് ബട്ട് ഫോർ എ മോമെന്റ് എന്ന താൽക്കാലികമാണ്. അത് ഇറ്റ്സ് എ ലൈറ്റ് അഫ്ലിക്ഷൻ. എനിക്ക് അറിയാൻ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ലൈറ്റ് അഫ്ലിക്ഷൻ. നൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം. നൊടി നേരം മറ്റൊന്ന് പറഞ്ഞു, it is only for a moment. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. That means our affliction. രണ്ട് കാര്യം, നൊടി നേരത്തേക്കും മൊമെന്റിന്റെ മലയാളം ദൃഷ്ടി നൊടി നേരം. ഈ അത് നമ്മൾ രണ്ടും തെറ്റിച്ചകളെ. നൊടി നേരമേ ഉള്ള കാര്യം, അത് ലഘു. നമ്മൾ ലഘുവിനെ ഭാരമാക്കും. അത് നൊടി എന്നുള്ളത് അങ്ങ് വർഷങ്ങളാണ്. പക്ഷെ വചനം പറയുന്നത് ഇറ്റ്സ് എ ലൈറ്റ് ഓഫ് ഇത് ലഘു ഭാരമാണ്, നൊടി നേരമേ ഉള്ളൂ. നമ്മൾ ഇതൊന്ന് ഊതി ഊർപ്പിച്ചുകൊണ്ട് നടക്കും. It's only for a moment and it's made light. But in our religion, we make it so we magnify this and make it for a long time. നമുക്കൊരു ചെറിയ തലവേദന വന്നാല് പാസ്റ്റർ ഷിനോയുടെ 3 പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിക്കണം, പിന്നെ സഭയിലെ പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, പിന്നെ 21 പാസ്റ്റിംഗ് പ്രയർ റൂം അവര് പ്രാർത്ഥിക്കണം, പിന്നെ ഫോണിൽ കൂടുള്ള ഡെയ്സി ആന്റി പ്രാർത്ഥിക്കണം, പിന്നെ നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് മത്തോണിലെ അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറയും, പിന്നെ അവിടെ പോയി നേരിയ നാളത്ത് വെള്ളുതിരി കത്തിക്കും. ഒരു ചെറിയ തലവേദന ഈ വിഷയം ഒരു 25 പേരുടെ കൈ കൊടുത്തു കഴിഞ്ഞു. We already given this small headache to 25 people. There's a pastor, 21 days fasting, and different people, different congregation. So now to all, like 25 people are praying for this small headache. നമ്മൾ ഈ ചെറിയ കാര്യങ്ങളാക്കാതെ ആ ചെറിയ സമയം കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. God says, trust in the Lord with your issue and praise Him. Then God will take care of it. കർത്താവ് സമയത്തിനായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കോ ആ സാന്നിധ്യത്തിൽ നമ്മൾ ഈ മാരിനേറ്റ് ആയിക്കൊണ്ടിരിക്കും. This presence we are marinating, we are soaking ourselves in the presence of Holy Spirit. I thank you for the presence of Holy Spirit. അപ്പൊ ചെറിയ കാര്യങ്ങൾ നമ്മൾ വലുതാക്കല്ല. നമ്മൾ സാധാരണ ഒരു മുരിഞ്ഞിക്ക കാണുന്ന മുരിഞ്ഞിക്ക ഈ വീട് അറിഞ്ഞാൽ വെളിക്കള, അല്ലെങ്കിൽ കരിയാപ്പില കാണുമ്പോൾ എടുത്ത് മാറ്റി വെക്കും. അല്ലെങ്കിൽ മുള്ളാണെന്ന് നമ്മൾ എന്ന് ഒരു മുള്ള് കഴിച്ചോടിക്കുമ്പോൾ മുള്ളിനെ എടുത്ത് മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ കരിയാപ്പില എടുത്ത് മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ മുരിഞ്ഞിക്ക ഈ വീട്ട് മാറ്റി വെക്കുന്നു. പ്രശ്നങ്ങൾ അങ്ങനെ കാണും. We remove the curry leaves or drumstick or thorn or anything in the food and we take it out. So same way, our little problems, little afflictions, we have to do not magnify our issues, take it out of our life. അതുപോലെ തന്നെ നമ്മള് ചിലക്ക് നമുക്ക് ചവച്ചത് ഇറക്കി കളയാനുള്ളൂ. നമ്മള് ചവയ്ക്കാതെ അത് വിഴുങ്ങാൻ നോക്കും. So you could just take it out, but many people they chew and they try to swallow it. നമ്മള് ദൈവം നമുക്ക് സഹായമായിട്ട് വരുന്ന ദിവസങ്ങളാണിത്. ഇപ്പം കർത്താവിന്റെ സഹായം ഏവരിലോട്ട് കർത്താവ് പകരുവാണ്. What is our help and God is pouring out is a help among the people here. നമ്മള് കർത്താവിന് ദയ പ്രാപിക്കുക. Now we have to receive mercy from God. കർത്താവിന് കൃപ പ്രാപിക്കുക. അതുപോലെ യേശുവിലുള്ള ജയത്തിൽ ജീവിക്കുക. To live in the victory of Jesus, be an overcomer every day. അതുപോലെ ഓരോരുത്തരും അവരവരുടെ ഈ പ്രതിസന്ധി പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരവര് കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളെക്കുറിച്ച് കർത്താവ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിലോട്ട് ഫോക്കസ് ചെയ്യും. Don't focus on your problem and talk about, but think about Jesus and focus on Jesus. And Jesus and the work Jesus wants you to do. And the work how he's ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മൾ കൂടെ ഓരോ പ്രവർത്തികളുണ്ട്. God has some works to do in our life. അപ്പോസ്തല പ്രവർത്തികൾ എന്നാ പറയുന്നത്. This is acts of apostles. ഈ സാമുവൽ ബ്രദർ പ്രവർത്തികളുണ്ട്, അല്ലെങ്കിൽ ജിഷ സിസ്റ്റർ പ്രവർത്തികളുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റർ ഷിനോ പ്രവർത്തികളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സെനി സിസ്റ്റർ പ്രവർത്തികളുണ്ട്. നമ്മൾ ആ പ്രവർത്തികളിലോട്ട് നോക്കണം. We have works to do in the presence of God. So focus on what to do, not focus on your problems. കർത്താവ് എല്ലാവർക്കും ദൈവസാന്നിധ്യം കൊടുത്തിരിക്കുന്നതിനാണ് സ്തോത്രം. ദൈവത്തിന്റെ സത്യം വരട്ടെ. പാസ്റ്റർ താങ്ക് യു പാസ്റ്റർ. ഓക്കെ പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് സോ മച്ച്. ഹല്ലേലൂയ. പ്രധാന കാര്യങ്ങൾ സംരക്ഷിച്ചു കൊടുത്താൽ കൽപ്പിച്ചു.
Jesus, Jesus. Shabara Kamana Shandal Kamanasi. ജിജോ ലൈനിലുണ്ടോ? സൂമിലുണ്ടോ ജിജോ? എനിക്ക്